ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവവചനം ചിന്തിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തന്ന ഈ നല്ല സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന എല്ലാ നല്ല സാഹചര്യങ്ങൾക്കായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മളെ നടത്തുന്ന എല്ലാ വഴികൾക്കായിട്ടും സ്തോത്രം. കഴിഞ്ഞ 4 ദിവസങ്ങളായി നാം ക്രിസ്തുവിൻ്റെ മണവാട്ടി എന്ന ഒരു വിഷയം ചിന്തിച്ചു വരികയായിരുന്നു. ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി നാം ഒരുക്കപ്പെടേണ്ടവരാണ്. തന്നെത്താനാണ് നാം ഒരുങ്ങേണ്ടത്. എന്നാൽ നാം കേൾക്കുന്ന ദൈവവചനം, നാം ആയിരിക്കുന്ന വെട്ടുവഴിയാകുന്ന ദൈവസഭ, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മെ ഒരുക്കുവാനായി സഹായിക്കുമെന്നുകൂടെ നാം ചിന്തിച്ചു. ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുവാൻ നാം തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അത് വീണ്ടും ജനനത്തിലൂടെയാണ് അത് ആരംഭിക്കുന്നതെന്നും വീണ്ടും ജനനത്തിലൂടെ ആരംഭിക്കുന്ന ആ പ്രക്രിയ അനുദിനം നടക്കുന്ന മാനസാന്തരത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അകത്തെ മനുഷ്യനെ അവൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ആ പഴയ മനുഷ്യനെ ക്രൂശിച്ച് സൗമ്യതയും സാവധാനതയുമുള്ള അക്ഷയഭൂഷണമായ ഹൃദയത്തിൻ്റെ ഗൂഢ മനുഷ്യനെ അലങ്കരിച്ചെടുക്കുവാനായി നമുക്ക് കഴിയും. അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തിൽ നാം വളരെയധികം ഈ നാളുകളിൽ ഒരുങ്ങേണ്ടിയിരിക്കുന്നു എന്ന് നാം ചിന്തിക്കുകയായിരുന്നു. അതിനുവേണ്ടി നാം ഒരുങ്ങുകയും അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി. അതൊരു പാസീവായിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. പകരം ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന നമ്മുടെ പഴയ മനുഷ്യനെ നാം തന്നെ ഉരിഞ്ഞു കളയണം. നാം ഉരിഞ്ഞു കളഞ്ഞാൽ ആ മനുഷ്യന്റെ സ്ഥാനത്ത് പുതിയ മനുഷ്യൻ, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന, വീണ്ടും ജനനത്തിലൂടെ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട, വീണ്ടും ജനനം പ്രാപിക്കുന്ന ആ പുതിയ മനുഷ്യനെ നാം ധരിക്കണം എന്ന് ചിന്തിച്ചാണ് ഇന്നലെ നാം അവസാനിപ്പിച്ചത്. ആധാരമായി നാം വായിച്ച വേദഭാഗം റെവലേഷൻസ് ചാപ്റ്റർ 19 വേഴ്സ് 7 ആണ്. നാം സന്തോഷിച്ചുല്ലസിച്ചവന് മഹത്വം കൊടുക്കുക, കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നു, കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. ആ ഭാഗം അങ്ങനെ ചിന്തിച്ചാണ് നാം തുടങ്ങിയത്. യേശു ക്രിസ്തുവാകുന്ന ഏകപുരുഷന് വേണ്ടി നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് എന്നുകൂടെ നാം ചിന്തിക്കുകയുണ്ടായി. ഈ 2 വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഈ അന്ത്യകാലത്ത് നമ്മുടെ കാതുകളിൽ, ഹൃദയത്തിൽ മുഴങ്ങട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നാം മുൻപേ ആരായിരുന്നു, ഇപ്പോൾ ആരായിരിക്കുന്നു എന്നുകൂടെ ദൈവവചനത്തിൻ്റെ ആ താളുകളിലൂടെ നാം യാത്ര ചെയ്തപ്പോൾ മനസ്സിലാക്കുകയുണ്ടായി. മുമ്പേ നാം പാപത്തിനടിമപ്പെട്ട് അതിക്രമങ്ങളിൽ, പാപങ്ങളിൽ, ദുശ്ചിന്തകളിൽ, ജഡത്തിൻ്റെ മോഹങ്ങളിൽ, വിഗ്രഹാരാധനയിൽ ഒക്കെ മരിച്ചിരുന്ന അവസ്ഥയിൽ നിന്നും, മൂഢഹൃദയമായിരുന്ന അവസ്ഥയിൽ നിന്നും വീണ്ടും ജനനത്താൽ നാം അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്കും, പിശാചിന്റെ അധികാരത്തിൽ നിന്ന് തൻ്റെ സ്നേഹസ്വരൂപനായ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്തിലാകുന്ന ഒരനുഭവത്തിലേക്കും, ഇരുളിൻ്റെ അനുഭവത്തിൽ നിന്ന് മുമ്പേ നാം തന്നെ ഇരുളായിരുന്നു, എന്നാൽ ഇപ്പോൾ വെളിച്ചമാണ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കൊക്കെ നാം വന്നതായി നാം പഠിക്കുകയായിരുന്നു. എഫെസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ
യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. The seven I ams. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്, ഞാൻ ജീവന്റെ അപ്പമാണ്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്, ഞാൻ നല്ല ഇടയനാണ്, ഞാൻ വാതിലാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണ് എന്നൊക്കെ പറഞ്ഞ് തന്നെ തന്നെ പരിചയപ്പെടുത്തിയ ആ അവസ്ഥയിൽ നിന്ന് യേശു ആരാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ട് ഞാൻ വെളിച്ചമാണെന്ന് പറഞ്ഞ യേശു അല്പം കഴിഞ്ഞപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട്, തൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. എങ്ങനെയാണ് അതായിത്തീരുന്നതെന്ന് ലേഖനങ്ങളിലൂടെ പോകുമ്പോഴേ നമുക്ക് പഠിക്കുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഇതാ അപ്പോസ്തലൻ പറയുന്നു, എഫേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 8 ഇങ്ങനെയാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. അപ്പോൾ നാം തന്നെ ഇരുട്ടിലായിരുന്നു എന്ന് മാത്രമല്ല, നാം തന്നെ ഇരുളായിരുന്നു. ഇപ്പോൾ നാം വെളിച്ചമായിരിക്കുന്നു. ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവത്തെ പോലെ അല്ലെങ്കിൽ നമ്മുടെ മണവാളനെ പോലെ, ആ മണവാളന്റെ എല്ലാ യോഗ്യതയ്ക്കും ചേരുന്ന, എല്ലാ വിശേഷതയ്ക്കും ചേരുന്ന, ആ സൗന്ദര്യത്തിനൊത്ത ഒരു മണവാട്ടിയാകുവാൻ നമുക്ക് നമ്മളെ തന്നെ എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമെന്നാണ് നാം ചിന്തിക്കുന്നത്. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന പുസ്തകം ഉത്തമഗീതമാണ്. ഉത്തമഗീതത്തിന്റെ ഒരു പഠനം നടത്തുവാനായിട്ടല്ല ആഗ്രഹിക്കുന്നത്, എങ്കിലും അതിനകത്തെ മണവാളനെയും മണവാട്ടിയെയും കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും എന്ന് ഇത്തരുണത്തിൽ ആത്മാവിലൊരു ബോധ്യം വന്നതുകൊണ്ട് നിങ്ങളുമായി അതിനകത്തെ ഒരു ചില ഭാഗങ്ങൾ ഒന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. മുമ്പേ നാം ഇരുളായിരുന്നു, ഇപ്പോൾ കർത്താവിൽ വെളിച്ചമാണ്. യേശു ലോകത്തിന്റെ വെളിച്ചമായി സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു എന്ന് പറഞ്ഞ് യോഹന്നാൻ അപ്പോസ്തലൻ യേശുവിനെ പരിചയപ്പെടുത്തി തുടങ്ങുമ്പോൾ യേശു തന്നെ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ നമ്മെ ലോകത്തിന്റെ വെളിച്ചമാണെന്ന് പറഞ്ഞാണ് യേശു ഭൂമിയിൽ നിന്ന് മടങ്ങിയത്. അപ്പോൾ യേശു എങ്ങനെ ഈ ഭൂമിയിലായിരുന്നു? യേശുവിനെ കുറിച്ച്, ദൈവത്തെ കുറിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് അവൻ തേജസ്സിന്റെ പ്രഭയാണ്, തത്വത്തിന്റെ മുദ്രയാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ധന്യനായ ഏകാധിപതി, രാജാതി രാജാവെന്നാണ് നമുക്ക് ദൈവത്തെ കുറിച്ച് മനസ്സിലാകുന്നത്. അപ്പോൾ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന വെളിച്ചമായ ഈ മണവാളൻ നാം അവന്റെ മണവാട്ടികളായി രൂപാന്തരപ്പെടുമ്പോൾ അവനെ പോലെ വെളിച്ചമാകണമെന്ന് അവൻ ആഗ്രഹമുണ്ട്. ആഗ്രഹം മാത്രമല്ല, അങ്ങനെ എത്തുന്നവർക്ക് മാത്രമേ ആ പദവിയിലേക്ക് ചേർക്കപ്പെടാൻ സാധിക്കൂ എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇവിടെ ഉത്തമഗീതത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് മണവാളനെയും മണവാട്ടിയെയും കുറിച്ച് ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ഇവിടെ ശൂലേംകാരത്തി ഉത്തമഗീതം സോങ് ഓഫ് സോങ്സ് ചാപ്റ്റർ 1 ശൂലേംകാരത്തി ഇങ്ങനെ പറയുകയാണ്, യെരൂശലേം പുത്രിമാരെ, ഞാൻ കറുത്തവളെങ്കിലും അഴകുള്ളവളാകുന്നു. മറ്റൊന്ന് അവൾ പറയുന്നത്, എനിക്ക് ഇരുൾ നിറം പറ്റിയിട്ടുണ്ട്, വെയിൽ കൊണ്ട് ഞാൻ കറുത്തിരിക്കുകയാണ്, എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം കാക്കാൻ കഴിയാതെ പോയവളാണ്. അപ്പോൾ എനിക്ക് കറുപ്പ് നിറമുണ്ട്, എനിക്ക് ഇരുൾ നിറമുണ്ട്, വെയിൽ കൊണ്ട് ഞാൻ കറുത്തിരിക്കുകയാണ്, എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം കാപ്പാൻ കഴിയാതെ പോയ ഒരു അനുഭവം എനിക്കുണ്ട്. അങ്ങനെയാണെങ്കിലും എൻ്റെ പുറമേ ഇങ്ങനെയൊക്കെ ആണ് എങ്കിലും എൻ്റെ അകത്തൊരഴക് ഇപ്പോൾ ഉണ്ട്. കാരണം ഞാൻ എൻ്റെ പ്രിയനെ കണ്ടെത്തിയിരിക്കുകയാണ്.
അവൾ അവന്റെ പ്രിയനെ കുറിച്ച് 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നത്, നിന്റെ തൈലം സൗരഭ്യമായത്, നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു. ഈ ദൈവത്തിന്റെ നാമം, അവളുടെ പ്രിയന്റെ നാമം, നമ്മുടെ മണവാളന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു എന്ന് അവിടെ പറയുമ്പോൾ അവൾ പറയുന്നു, നിന്റെ തൈലം സൗരഭ്യമായതാണ്. ഈ തൈലം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒത്തിരി കാര്യങ്ങൾ ഒരുപക്ഷെ ഉണ്ടാവാം. ഏറ്റവും പ്രധാനമായി പഴയ നിയമത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഓടി വരുന്ന ഒരു തൈലം ഏതാണെന്നറിയാമോ? എക്സഡസ് ചാപ്റ്റർ 30 വേഴ്സ് 23. അതായത് പുരോഹിതനെ അഭിഷേകം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിനായി ഉണ്ടാക്കുന്ന തൈലം. അതൊരു പ്രത്യേക തൈലമാണ്. ആ തൈലം 4 കാര്യങ്ങൾ അതിനകത്ത് ചേർന്നിട്ടുണ്ട്. 1 മൂരാണ്, 2 ലവംഗം ഫ്രാഗ്രൻസ് സിന്നമൺ, 3 വഴന, 4 വയമ്പ്. ഈ 4 കാര്യങ്ങൾ ചേർത്ത് എണ്ണയും കൂടെ ചേർത്താണ് ഈ തൈലം ഉണ്ടാക്കുന്നത്. ഇവിടെ ശൂനേംകാരിത്തി പറയുന്നു, നിന്റെ തൈലം സൗരഭ്യമായതാണ്, മാത്രമല്ല നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്ന ഒന്നാണ്. ഈ തൈലത്തെക്കുറിച്ച് ശ്രദ്ധിച്ചാൽ 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ വായിക്കുന്നു, മൂറും കുന്തിരിക്കവും കൊണ്ട് കച്ചവടക്കാരന്റെ സകലവിധ സുഗന്ധ ചൂർണങ്ങൾ കൊണ്ടും പരിമളപ്പെട്ടിരിക്കുന്ന പുകത്തൂൺ പോലെ മരുഭൂമിയിൽ നിന്ന് കയറി വരുന്നോരിവനാർ. ശൂലേംകാരത്തി തന്റെ പ്രിയനെ കുറിച്ച് പറയുന്ന ഒരു വർണ്ണനയാണ്. മറ്റൊന്ന് 4-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ 6-ാം വാക്യം, ഞാൻ മൂറിൻ മലയിലും കുന്തിരിക്കക്കുന്നിലും ചെന്നിരിക്കാമെന്ന് മൂറിനെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമാണ്. 10-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, തൈലത്തിന്റെ പരിമളം എത്ര രസകരം, സകലവിധ സുഗന്ധവർഗത്തെക്കാൾ നിന്റെ തൈലത്തിന്റെ പരിമളം എത്ര രസകരം. അപ്പോൾ ഇവിടെ ഇവൾ തൈലത്തെ കുറിച്ച് വീണ്ടും 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 എടുത്തു പറയുമ്പോൾ, ക്രിസ്തുവിന്റെ മണവാട്ടിയായി ഒരുങ്ങുന്ന ഞാനും നിങ്ങളും ഈ തൈലത്തെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അവന്റെ നാമം പകർന്ന തൈലം പോലെയാണ് ഇരിക്കുന്നത് എന്ന് അവൾ പറയുന്നതിനോടൊപ്പം അവൾ ഈ തൈലത്തിന്റെ സുഗന്ധത്തെ കുറിച്ച് പറയുന്നു. പഴയ നിയമകാലത്ത്, ഒരുപക്ഷെ ഇപ്പോഴും അങ്ങനെ തന്നെ എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും, എസ്തേർ രാജ്ഞിയെ ആ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയിട്ട് 6 മാസം മൂർ തൈലത്തിലും സുഗന്ധ തൈലത്തിലും ഉള്ള ഒരു ട്രീറ്റ്മെന്റ് അവിടെ തിരഞ്ഞെടുത്തു കൊണ്ടുപോയി എല്ലാ പെൺകുട്ടികൾക്കും കൊടുത്തതായി നമുക്ക് വായിക്കാൻ കഴിയും. ഈ മൂർ തൈലത്തിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അവരുടെ ശരീരത്തിനകത്ത് നിന്ന് ഉള്ള എല്ലാ മാലിന്യങ്ങളും, ദുർഗന്ധം ഉണ്ടാക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും പുറത്തു കൊണ്ടുവരത്തക്കവണ്ണം ഈ തൈലം തേച്ച് പിടിപ്പിച്ച് ഒരു സ്പായിൽ കാര്യങ്ങൾ നടക്കുന്നത് പോലെ ഈ തൈലത്തിനകത്ത് അവരെ മുക്കിയിടുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ്. ആ മൂർ തൈലം ചെയ്യുന്നത് ഈ ശരീരത്തിനകത്ത് നിന്ന്
ദുർഗന്ധം വരാൻ സാധ്യതയുള്ള, അവരുടെ സൗന്ദര്യത്തെ കുറയ്ക്കാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും ആ ത്വക്കിന്റെ സുഷിരങ്ങളിലൂടെ പുറത്തേക്ക് വലിച്ചെടുത്ത് കളയാൻ വേണ്ടിയിട്ടാണ് ഈ മൂർ തൈലത്തിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അതിനുശേഷം അതിന് പുറകാലെ സുഗന്ധ തൈലത്തിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യും. അതെന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? അവരുടെ ശരീരത്തിനകത്തേക്ക് എത്രമാത്രം സുഗന്ധദ്രവ്യങ്ങളെല്ലാം ചേർന്ന് ഈ തൈലത്തിനകത്ത് കിടക്കുമ്പോൾ എത്രയും അബ്സോർബ് ചെയ്യാൻ കഴിയുമോ അത്രയും ആ ശരീരം അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ ഇവരുടെ ശരീരം വളരെ സൗന്ദര്യമുള്ളതും അവരുടെ സ്കിൻ വളരെ തിളക്കമുള്ളതും ശരീരം വളരെ സുഗന്ധം വമിക്കുന്ന ഒന്നായി മാറുകയും ചെയ്യും. അപ്പോൾ ഒരു രാജാവിൻ്റെ മണവാട്ടിയായി, അഹശ്വരോഷ് രാജാവിൻ്റെ രാജ്ഞിയായി തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുള്ള പെൺകുട്ടികൾക്ക് എല്ലാവർക്കും ഈ ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തതുപോലെ ഇവിടെ ഇതാ ക്രിസ്തുവിന്റെ മണവാട്ടിയായി ഒരുങ്ങുന്ന ഞാനും നിങ്ങളും ഒരു തൈലത്തിന്റെ ട്രീറ്റ്മെന്റിനകത്തൂടെ പോയേ പറ്റും. ഇവിടെ ശൂലേംകാരിത്തി വിളിച്ചു പറയുകയാണ്, അങ്ങയുടെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു. യേശുവിന്റെ നാമമാകുന്ന തൈലം കൊണ്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ഈ മണവാട്ടിക്ക് ആവശ്യമാണ്. അതുമാത്രമല്ല, ഈ തൈലം കൊണ്ട് പഴയ നിയമത്തിൽ പ്രധാനമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു ഒരു പുരോഹിതനെ അഭിഷേകം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ക്രിസ്തുവിന്റെ മണവാട്ടിയായി അപ്പോയിന്റ് ചെയ്യപ്പെടണമെങ്കിൽ, ക്രിസ്തുവിന്റെ മണവാട്ടിയായി നാം ഒരുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ തൈലത്തിന്റെ ഒരു അഭിഷേകം നമ്മുടെ മേൽ നടക്കണം. ഈ തൈലത്തിനകത്ത് മുങ്ങിക്കുളിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണം. രാജകീയ പുരോഹിത വർഗമായി കരപൂരണം ചെയ്യപ്പെടുന്ന ഒരു ആത്മീയ അനുഭവം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ പുരോഹിതനെ കരപൂരണം ചെയ്യുവാൻ സൃഷ്ടിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെടുന്ന ഈ തൈലം, അതിൻ്റെ അകത്ത് മൂരുണ്ട്, ലവംഗമുണ്ട്, വഴനയുണ്ട്, വയമ്പുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ എല്ലാം വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, ഇതിന് ഓരോന്നിനും തനിയെ ഇരുന്നാൽ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. മൂര് ഒരൗഷധമായി ഉപയോഗിക്കുന്നു. ഡെഡ് ബോഡിയെ പ്രിസർവ് ചെയ്യാനായിട്ട് മൂര് ഉപയോഗിക്കും. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മൂറിൻ തൈലം ട്രീറ്റ്മെന്റിന് വേണ്ടി, അതായത് ദുർഗന്ധത്തെ നശിപ്പിച്ചു കളയുന്ന, അശുദ്ധിയെ, മാലിന്യത്തെ ശരീരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാനായി ഈ മൂരിനെ ഉപയോഗിക്കുന്നുണ്ട്. ഈ വയമ്പ് നമുക്ക് നന്നായി അറിയാവുന്ന ഒരു കാര്യമാണ്. അതും ഒരു ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട്. ഈ ലവംഗവും വഴനയും ഒക്കെ സുഗന്ധദ്രവ്യങ്ങളുടെ കൂട്ടത്തിൽ ഭക്ഷണമുണ്ടാക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഈ സാധനങ്ങൾ. ഇത് ഓരോന്നും തനിയെ ഇരുന്നാൽ അതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്, അതിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്, അതിന് അതിൻ്റെതായ റോളുകളുണ്ട്, അതിന് ആ കാര്യങ്ങൾ ചെയ്തെടുക്കാനും കഴിയും. ഈ മൂര് കയ്പുള്ള ഒരു വസ്തുവാണ്. എന്നാൽ ഈ വസ്തുക്കൾ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മൂരെന്ന് പറയുന്ന ഈ വസ്തു നമുക്ക് കിട്ടുന്നത് ഒരു വൃക്ഷത്തിൽ നിന്നാണ്. മുള്ളുകൾ നിറഞ്ഞു നിൽക്കുന്ന സൗത്ത് അറബിക് കൺട്രീസിൽ കാണപ്പെടുന്ന ഒരു വൃക്ഷത്തിൽ നിന്നാണ് ഈ മൂര് പുറത്തെടുക്കുന്നത്. ഈ മൂര് ഈ അറേബ്യൻ ദേശത്തെ വലിയ ചൂടിൽ ഈ വൃക്ഷത്തിന്റെ തൊലികൾ പൊട്ടി അതിനകത്ത് നിന്ന് പുറത്തേക്കൊഴുകുന്ന ഒരു കറയാണ് ഈ മൂര്, കുന്തിരിക്കം എന്നൊക്കെ പറയുന്ന വസ്തുക്കൾ.
അപ്പോൾ ഈ മൂര് ഒരു വൃക്ഷത്തിൽ നിന്ന്, അതിന്റെ സ്റ്റെമ്മുകളിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. ഈ ഫ്രാഗ്രൻസ് സിന്നമൺ ഒരു ഷ്രബാണ്, ഒരു കുറ്റിച്ചെടി പോലെയുള്ള ഒന്നിനകത്ത് നിന്നാണ് ഈ ഫ്രാഗ്രൻസ് സിന്നമൺ നമുക്ക് ലഭിക്കുന്നത്, ലവംഗം നമുക്ക് ലഭിക്കുന്നത്. വഴന ഒരു കൊച്ചു ചെടിയാണ്. വയമ്പ് ഒരു ചെടിയുടെ റൂട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഓർക്കുക, ഒരു വൃക്ഷത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ വൃക്ഷലതാദികളെ എടുത്താൽ അതിൻ്റെ പലതരത്തിലുള്ള വേരിൽ നിന്ന് കിട്ടുന്നത്, സ്റ്റെമ്മിൽ നിന്ന് കിട്ടുന്നത്, അതിൻ്റെ ഇല ചുരണ്ടിരിക്കുന്നത് ഒക്കെയുള്ള വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് നമുക്ക് ഈ വസ്തുക്കളെല്ലാം ലഭ്യമാകുന്നത്. മൂര് കട്ടിയുള്ള ഒരു വസ്തുവാണ്. അവിടെ പറഞ്ഞിരിക്കുന്നു, അയഞ്ഞ മൂരാണ് തൈലമുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മൂര് അതൊരു ഔഷധ ഗുണമുള്ളതാണെങ്കിലും മാലിന്യം നീക്കാൻ കഴിവുള്ള ഒന്നാണെങ്കിലും കയ്പുള്ള ഒന്നാണ്. കട്ടിയായിട്ടിരിക്കുന്നിടത്തോളം ഈ മൂരിന് ഒരിക്കലും ഒരു തൈലത്തിന്റെ ഭാഗമാകാൻ കഴിയുകയില്ല. ഇവിടെ ഇതാ ക്രിസ്തുവിന്റെ മണവാട്ടിയായി ഒരുങ്ങുന്ന ഞാനും നിങ്ങളും ഈ ലോകത്തിന് വെളിച്ചമായി മാറണമെങ്കിൽ, ഈ ലോകത്തിന് സൗരഭ്യം കൊടുക്കുന്ന ഒരു തൈലമായി മാറണമെന്നുണ്ടെങ്കിൽ, ചിലരെ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് കൊണ്ടുവരുന്ന ഒരു അവസ്ഥയിലേക്ക് നാം ആയിത്തീരണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിലുള്ള ഈ കയ്ക്കുന്ന മൂരുണ്ടല്ലോ, അത് അയഞ്ഞു കൊടുക്കണം. അയഞ്ഞ മൂര്, ഈ വഴനത്തൊലി ആ വൃക്ഷത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ചെടിയിൽ നിന്ന് ആ സ്കിൻ വേർപെടുത്തി എടുത്ത് ഉണക്കിയാലേ നമുക്ക് വഴനത്തൊലി ലഭിക്കുകയുള്ളൂ. അപ്പോൾ കയ്പുള്ള അനുഭവം, ആ കട്ടിയായിരിക്കുന്ന അനുഭവം, കാഠിന്യമേറിയ അനുഭവത്തിൽ നിന്നും നമ്മുടെ അകത്തെ ഗൂഢമനുഷ്യനകത്തും പഴയ മനുഷ്യനകത്ത് എന്തെങ്കിലും കയ്പുണ്ടെങ്കിൽ അത് അയയണം. പറ്റി നിൽക്കുന്ന ചിലതിൽ നിന്നുള്ള ഒരു വേർപാട്, ഒരു സെപ്പറേഷൻ ഉണ്ടാവണം. വഴനത്തൊലിയായി മാറണമെങ്കിൽ ആ വൃക്ഷത്തിൽ നിന്ന് ആ തൊലി വേർപെടുന്നത് പോലെ, വയമ്പ് മണ്ണിനടിയിൽ നിന്ന് പുറത്തു വരണം. മണ്ണ് നമ്മുടെ ജഡത്തെ കാണിക്കുന്നതാണ്. നമ്മുടെ ജഡീക സ്വഭാവങ്ങളിൽ നിന്ന് നാം പുറത്തു വരണം. ലവംഗം, ഫ്രാഗ്രൻസ് സിന്നമൺ, അത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇത് അങ്ങ് ഉണങ്ങി അങ്ങ് ചുരുണ്ട് ഇരിക്കുന്ന ഒരു സംഭവമാണ്. അതിനെ കണ്ടാൽ ആളല്ലെന്ന്, പണ്ടത്തെ ആളല്ലെന്ന് തോന്നുന്ന വിധത്തിൽ ഉണങ്ങി ചുരുളുവാൻ കഴിയും. എല്ലാ പച്ചിപ്പും നഷ്ടപ്പെടണം കേട്ടോ. അങ്ങനെ ചുരുളാൻ കഴിയണം. ഇത് ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മാത്രം തൈലത്തിന്റെ ഭാഗമാകാൻ കഴിയത്തില്ല. ഇതിന്റെ കൂട്ടത്തിൽ ഒലിവെണ്ണയുണ്ട്. ഒലിവ് ചക്കിനകത്ത് കിടന്ന് ആട്ടി അരയപ്പെട്ട് അതിനകത്തെ എണ്ണ പുറത്തു വരണം. എണ്ണയുണ്ട്, കായാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തൈലത്തിന്റെ ഭാഗമാകണമെങ്കിൽ നിന്നിലുള്ള ബാക്കി എല്ലാം പുറത്തു പോയിട്ട് എണ്ണ മാത്രം സെപ്പറേറ്റഡ് ആകണം. ചക്കിനകത്ത് കിടന്നരയുന്നത് പോലെ, ഇന്നലെ നാം കേട്ടതുപോലെ, കഷ്ടതയ്ക്കകത്ത്, ആ വേദനയ്ക്കകത്ത്, ഒരു വിശ്വാസിയുടെ പരിശോധനയ്ക്കകത്ത് ആട്ടി അരയപ്പെടുന്ന അനുഭവമായെങ്കിൽ മാത്രമേ ഇതിനകത്തു നിന്ന് എണ്ണ പുറത്തു വരുത്തൂ. ഇനിയും ഇങ്ങനെ മൂരയഞ്ഞാലും വഴന തൊലി സെപ്പറേറ്റഡ് ആയാലും ലവംഗം ചുരുണ്ടാലും വയമ്പ് മണ്ണിലടിയിൽ നിന്ന് പുറത്തു വന്നാലും അങ്ങനെ തന്നെ ഇരുന്നാൽ തൈലത്തിന്റെ ഭാഗമാകാൻ കഴിയത്തില്ല. ഞാൻ പറയട്ടെ ദൈവമക്കളെ, നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ
ആ സഭയുടെ ഓരോരോ അവയവങ്ങളാണ്. നാം എല്ലാവരും കൂടെ ചേരുമ്പോഴാണ് നാം ക്രിസ്തുവിന്റെ മണവാട്ടിയായി മാറുന്നത്. ക്രിസ്തുവിന് മണവാട്ടികളില്ല, മണവാട്ടിയാണുള്ളത്. അപ്പോ നാം എല്ലാവരും ഒരുമിച്ച് ഇഴുകിച്ചേരണം. നമ്മളിൽ ചിലർ മൂരാണ്, ചിലർ വയമ്പാണ്, ചിലർ ലവംഗമാണ്, ചിലർ വഴലത്തൊലിയാണ്, ചിലർ ഒലിവെണ്ണയാണ്. ഓരോരുത്തർക്കും സെപ്പറേറ്റ് റോളുകളാണ്. പക്ഷേ നാം എല്ലാവരും കൂടെ ഒരുമിച്ച് ഉടഞ്ഞ് പൊടിഞ്ഞ് ചൂടാകണം, ചാകണം. ഇതെല്ലാം കഴിഞ്ഞ് ഈ തൈലം പുറത്തു വരുമ്പോൾ ആ തൈലം പിന്നീട് ലവംഗമല്ല, ആ തൈലം പിന്നീട് വഴനയല്ല, ആ തൈലം പിന്നീട് ഒലിവെണ്ണയല്ല, ഒരു സുഗന്ധ തൈലമാണ്. ഒരു സാധാരണ ലേവി ഗോത്രത്തിൽ, ലേവി ഭവനത്തിനകത്ത് ജനിച്ച ഒരുവനെ പുരോഹിതനാക്കാൻ യോഗ്യതയുള്ള ഒരു എണ്ണയാണത്, ഒരു തൈലമാണത്. അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഇത് തൈലക്കാരന്റെ വിദ്യപ്രകാരം ഉണ്ടാക്കണം. ദൈവവേദലെ പരിശുദ്ധാത്മാവാകുന്ന ആ തൈലക്കാരൻ അവന്റെ വിദ്യപ്രകാരം ഇന്ന് ക്രിസ്തുവിന്റെ മണവാട്ടി സഭയെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാ. അതിന്റെ ഭാഗമാകത്തക്കവണ്ണം ഒന്ന് ഉടയാൻ തയ്യാറാകുമോ? ഒന്ന് പൊടിയാൻ തയ്യാറാകുമോ? ഒന്ന് ചൂടാകാൻ തയ്യാറാകുമോ? ഇഴുകിച്ചേരാൻ തയ്യാറാകുമോ? നമ്മളിലെ വയമ്പിനെ കാണാത്ത, നമ്മളിലെ മൂരിനെ കാണാത്ത, നമ്മളിലെ ഒലിവെണ്ണയെ കാണാത്ത, പകരം കരപൂരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തൈലമായി മാറ്റപ്പെടുന്ന, എല്ലാം കൂടെ കൂടിച്ചേർന്ന് ഇഴുകിച്ചേരുന്ന ആ ഒരു ആത്മീയ അനുഭവത്തിൽ നാം ആയിത്തീരുമോ? അങ്ങനെയാണെങ്കിൽ മാത്രമേ യേശുവിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുമ്പോൾ ക്രിസ്തുവിന്റെ മണവാട്ടിയും ഒരു തൈലമായി വെളിപ്പെടാൻ കഴിയുകയുള്ളൂ. അവിടെ ഇതെല്ലാം സ്വയമായി നോക്കിയാൽ, ഓരോ വസ്തുക്കളും എടുത്തു നോക്കിയാൽ അതെല്ലാം അശുദ്ധമാകട്ടോ, അതൊന്നും വിശുദ്ധമായ വസ്തുക്കളല്ല. ഇതിനെല്ലാം വേറെ പല ഉപയോഗങ്ങളുമുണ്ട്. പക്ഷേ ഈ തൈലക്കാരന്റെ കയ്യിൽ എത്തിക്കഴിയുമ്പോൾ, ഉടഞ്ഞ് പൊടിഞ്ഞ് എണ്ണയ്ക്കകത്ത് ചേർന്ന് ചൂടായി ആ സമാഗമന കൂടാരത്തിനകത്ത് വെച്ച് തൈലക്കാരന്റെ വിദ്യപ്രകാരം അതിന്റെ ആ പരിസരത്ത് വെച്ച് അത് ഉണ്ടാക്കിയെടുത്തു കഴിയുമ്പോൾ ഇതൊരു വിശുദ്ധ തൈലമായി മാറുന്നു. സ്വയമേ ഇതെല്ലാം അശുദ്ധമാണെങ്കിലും അതിന്റെ എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് ഒരു വിശുദ്ധ തൈലമാണ്. ദൈവവേദലേ, ഈ ദിവസങ്ങളിൽ ക്രിസ്തുവിന്റെ മണവാട്ടിയായി നമ്മെ എല്ലാവരെയും ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, മണവാളന്റെ കാഹളം ധ്വനിക്കുന്ന സമയത്ത് മണവാട്ടിയുടെ ഓരോ അവയവങ്ങളായി ചേരും വിധം ചേരുവാൻ ഐക്യതയോടെ അവന്റെ മുമ്പിൽ വെളിപ്പെടുന്ന ഒരു മണവാട്ടിയാകാൻ നമുക്കിടയാകണം. ഇല്ലെങ്കിൽ നാം ഈ ഓടുന്നതും അധ്വാനിക്കുന്നതും ഈ കാര്യങ്ങളെല്ലാം കേൾക്കുന്നതും ചെയ്യുന്നതും എല്ലാം വ്യർത്ഥമാണ്. അത് മറന്നു പോകരുത്. 40 സങ്കീർത്തനം 2-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്: നാശകരമായ കുഴി, കുഴഞ്ഞ ചേറ്, അവിടെ നിന്നാണ് നമ്മെ കയറ്റുന്നത്. ഒരു ബാഡ് സ്മെല്ലിംഗ്, അഗ്ലി ലുക്കിംഗ്, പുള്ളിങ് ഡൗൺ, മറ്റുള്ളവരെ തെന്നി വീഴിക്കുന്ന ഒരു ചെളിക്കുണ്ടിന്റെ അനുഭവമായിരുന്നു. ആ ചെളിക്കുണ്ട് തന്നെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മുമ്പേ നാം ഇരുളായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒരു സ്വീറ്റ് സ്മെല്ലിംഗ് ആരോമ കൊണ്ടുവരുന്ന, ക്രിസ്തുവിന്റെ
പരിജ്ഞാനത്തിന്റെ വാസന പുറപ്പെടുവിക്കുന്ന, ക്രിസ്തുവിന്റെ സൗരഭ്യ വാസന പുറപ്പെടുവിക്കുന്ന വസ്തുവായി മാറുകയാണ്. പലരും അത് കണ്ട് ദൈവത്തെ ഭയപ്പെടണം. ഞാൻ പറയട്ടെ ദൈവമക്കളെ, അവന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുകയാ. നമ്മുടെ നാമമോ? അവന്റെ മണവാട്ടി സഭയാകുന്ന എന്റെയും നിങ്ങളുടെയും നാമം ഒരു പകർന്ന തൈലം പോലെ. അവന്റെ നാമം പകർന്ന തൈലം പോലെ എന്ന് നാം വായിക്കുമ്പോൾ, അവൻ ഉടയപ്പെട്ടു, അവൻ അടിക്കപ്പെട്ടു, അവൻ തകർക്കപ്പെട്ടു. അതുകൊണ്ട് ദൈവമോ സകല നാമങ്ങൾക്കും മീതെയുള്ള ഒരു നാമം അവന് കൊടുത്തു. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പകരപ്പെട്ട ഒരു നാമം. ഇന്ന് ആ നാമം അടച്ചു കെട്ടി വെച്ചിരിക്കുന്ന ഒന്നല്ല, പകരപ്പെട്ടതാണ് കേട്ടോ. പകരപ്പെട്ടതായതുകൊണ്ട് ആർക്കും ഉപയോഗിക്കാം. സ്വാതന്ത്ര്യത്തോടെ ആ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അവന്റെ നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥനയിൽ യാചിക്കുന്ന ഏത് വിഷയങ്ങൾക്കും മറുപടിയുണ്ട്. അവന്റെ മണവാട്ടി സഭയാകുന്ന ഞാനും നിങ്ങളും ഇതുപോലെ പകർന്നു വെച്ചിരിക്കുന്ന വ്യക്തികളായി മാറണം. ആർക്കും അവൈലബിൾ ആയിട്ടുള്ള ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അവന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നത് പറഞ്ഞിട്ട് ഉത്തമഗീതത്തിൽ 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഞാൻ പലപ്പോഴും ദൈവമക്കളോട് ഞാൻ പറയാം, ധാരാളം പ്രാവശ്യം എൻ്റെ പ്രാർത്ഥനകളുടെ നടുവിൽ ഞാൻ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയ, നിന്റെ പിന്നാലെ എന്നെ വലിക്ക. ദൈവമക്കളെ, ക്രിസ്തുവിന്റെ മണവാട്ടിയായി ഒരുങ്ങുന്ന ദൈവമക്കളോട് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ഇങ്ങനെ, ആഴത്തിലെ ആഗ്രഹത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രാർത്ഥന പുറത്തു വരണം കേട്ടോ. എൻ്റെ പ്രിയ, നിന്റെ പിന്നാലെ എന്നെ വലിക്കും. മറ്റൊന്നും നമ്മളെ പുള്ളിയാതിരിക്കട്ടെ. മറ്റൊന്നിൻ്റെയും പുറകെ നമുക്ക് പോകാൻ ഇടവരാതിരിക്കട്ടെ. ഈ നാളുകളിൽ ദൈവമക്കൾ പ്രാർത്ഥിക്കണം, എൻ്റെ പ്രാണപ്രിയ, നിന്റെ പിന്നാലെ എന്നെ അങ്ങ് വലിക്കുക. ആ ഒരു അട്രാക്ഷൻ മറ്റൊന്നിനും നമ്മെ അവനിൽ നിന്ന് പിരിക്കാൻ കഴിയാത്ത വിധത്തിൽ അവന്റെ പിന്നാലെ വലിഞ്ഞ അനുഭവം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദൈവമക്കളെ, ഇവിടെ ഈ മണവാളൻ മണവാട്ടിയെ നോക്കി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. 1:8 സ്ത്രീകളിൽ അതിസുന്ദരിയെ മണവാട്ടിയെ നോക്കി വിളിക്കുകയാണ്. എന്നെയും നിങ്ങളെയും നോക്കി നമ്മുടെ ആത്മമണവാളനായ ക്രിസ്തു ഇങ്ങനെയൊരു വിളി വിളിക്കുമോ? സ്ത്രീകളിൽ അതിസുന്ദരിയെ. ആ വാക്യം മറ്റൊരു വിധത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ്. എങ്ങനെയാണ് നിനക്ക് എന്നെ കണ്ടെത്താൻ, എൻ്റെ ചുറ്റിലും നിൽക്കാൻ, നിന്റെ പിന്നാലെ എന്നെ വലിക്കുക എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് നിൽക്കാൻ കഴിയുന്നുള്ളൊരു മെത്തേഡ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ആടുകളുടെ കാൽച്ചുവട് തുറന്ന് എന്ന് ഇടയന്മാരുടെ കൂടാരങ്ങളുടെ അരികെ നിന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. മണവാളൻ മണവാട്ടിയെ കുറിച്ച് പറയുന്നു 1:15 എൻ്റെ പ്രിയേ, നീ സുന്ദരി, നീ സുന്ദരി തന്നെ, നിന്റെ കണ്ണ് പ്രാവിൻ കണ്ണുപോലെ ഇരിക്കും. ക്രിസ്തുവിന്റെ മണവാട്ടി ഇങ്ങനെയുള്ള ഒരു സൗന്ദര്യം അവൾക്കുണ്ടാവണം. എന്താണ് പ്രാവിൻ കണ്ണിന്റെ പ്രത്യേകത എന്നറിയാമോ? പ്രാവിനെയോട് ഉപമിച്ച് 1-2 കാര്യങ്ങൾ പ്രിയയെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. എന്താണ് പ്രാവിന്റെ കണ്ണിന്റെ പ്രത്യേകത? പ്രാവിന്റെ കണ്ണ് എപ്പോഴും നനഞ്ഞിരിക്കും കേട്ടോ. പ്രാവിന്റെ കണ്ണിന്
ഒരു നനവുണ്ട്. ക്രിസ്തുവിന്റെ മണവാട്ടിക്ക് ഒരു നനഞ്ഞ കണ്ണും ഒരു ഉടഞ്ഞ ഹൃദയവും അവൾക്കുണ്ടാവണം. ഒരുവന്റെ വേദന കണ്ടാൽ ഉടയുന്ന ഒരു ഹൃദയം, നരകത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരുവനെ കാണുമ്പോൾ പിടയ്ക്കുന്ന ഒരു മനസ്സ്, ആ നിറയുന്ന ഒരു കണ്ണ്, പ്രിയനെ ആരാധിക്കുമ്പോ ആ പ്രിയന്റെ സൗന്ദര്യം ഓർക്കുമ്പോൾ, പ്രിയൻ നമുക്ക് വേണ്ടി ചെയ്തത് ഓർക്കുമ്പോ ഉള്ളമുടഞ്ഞ് കണ്ണ് നിറഞ്ഞ് സന്തോഷത്തിന്റെ കണ്ണുനീർ ധാരധാരയായി ഒഴുക്കി അവനെ ആരാധിക്കാൻ നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടു, നമുക്ക് ദൈവം അതിനുള്ള ഒരു ഭാഗ്യം ഈ ഭൂമിയിൽ വെച്ച് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമോ? രണ്ടാമത്തെ പ്രാർത്ഥന, 1, നിന്റെ പിന്നാലെ എന്നെ വലിക്കാം. 2, എനിക്കൊരു പ്രാവിന്റെ കണ്ണ് വേണം. കർത്താവിനോട് എത്ര പേർ ചോദിക്കും ഒരു പ്രാവിന്റെ കണ്ണ്? 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലും അത് തന്നെ പറയുകയാണ്, എന്റെ പ്രിയെ, നീ സുന്ദരി തന്നെ, നിന്റെ മൂടുപടത്തിന് നടുവേ നിന്റെ കണ്ണുകൾ പ്രാവിൻ കണ്ണുപോലെ ഇരിക്കും. അതുകൊണ്ടാണല്ലോ പാട്ടുകാരൻ ഇങ്ങനെ പാടിയത്, മൂടുപടത്തിൻ നടുവിൽ നിൻ കൺകൾ ചുടുമിഴി നീർവിട്ട് ചുവന്നിടുന്നു. മൂടുപടത്തിൻ നടുവിൽ നിൻ കൺകൾ ചുടുമിഴി നീർവിട്ട് ചുവന്നിടുന്നു. വിടുവിച്ചു തുടപ്പാൻ പ്രിയനുടൻ വന്നിടും. അടുത്തു വീണ്ടെടുപ്പ് നിൻ ശിരസുയർത്ത കുറുകി ഞരങ്ങി കാത്തിരി കുറുപ്രാവേ നിൻ ഇണവരാറായി കുറുകി ഞരങ്ങി കാത്തിരിക്കും. കുറുപ്രാവേ നിൻ ഇണവരാറായി നാടും വീടും കുടുംബവും വേടിയും ഇടുക്കമീ പാദ നാടും വീടും കുടുംബവും വേടിയും ഇടുക്കമീ പാത നീ കടന്നിടേണം. മടുത്തിടാതെ സ്ഥിരത വിടാതെ ഒടുക്കം വരെയും നീ ക്ഷമിച്ചിടേണം. മടുത്തിടാതെ സ്ഥിരത വിടാതെ ഒടുക്കം വരെയും നീ സഹിച്ചിടേണം. കുറുകി ഞരങ്ങി കാത്തിരിക്കും. കുറുപ്രാവേ നിൻ ഇണവരായി. കറവാട്ടം കളങ്കം മാലിന്യമെന്നിയെ നിറതേജസ്സോടെ മുന്നെത്തിടാൻ. കറവാട്ടം കളങ്കം മാലിന്യമെന്നിയെ നിറതേജസ്സോടെ മുന്നെത്തിടാൻ. പാറയാം പ്രിയൻ നിനക്കായി പിളന്ന മറവിൽ നീരുന്ന പൂർണ്ണയാവാൻ കുറുകി ഞരങ്ങി കാത്തിരിക്കും. കുറുപ്രാവേ നിൻ ഇണവരാറായി. ആ ഒരു സാന്നിധ്യത്തിന് നടുവിൽ ഞാൻ ആ പാട്ടങ്ങ് പാടിയെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഒരു പ്രാവിന്റെ കണ്ണ് നമുക്കുണ്ടായിരിക്കണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്.
മാത്രമല്ല, പ്രാവിനെ കുറിച്ച് പറയുന്ന മറ്റൊരു ഭാഗം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, പ്രിയൻ തന്റെ പ്രിയയെക്കുറിച്ച് പറയുകയാണ്, പാറയുടെ പിളർപ്പിലും കടുംതൂക്കത്തിന്റെ മറവിലും ഇരിക്കുന്ന എൻ്റെ പ്രാവേ, നിന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ, നിന്റെ സ്വരം ഞാനൊന്ന് കേൾക്കട്ടെ. പ്രാവിന്റെ സ്വരത്തിന് വലിയ ഭംഗിയൊന്നുമില്ല. ഒരു കുയിലിന്റെ സ്വരം പോലെ അതിന് പാടാൻ കഴിയില്ല. പ്രാവിനാകെ ആകെ ചെയ്യാൻ കഴിയുന്നത് കുറുകാനാ കേട്ടോ. ഇതിന്റെ നടുവിൽ ഞാൻ ദൈവമക്കളോട് ഒരു കാര്യം വിളിച്ചു പറയാം. എന്റെയും നിങ്ങളുടെയും കുറുകല് പോലും അവന്റെ കാതിനിമ്പമാ. അവന്റെ കാതിനിമ്പമാ. ഞാനും നിങ്ങളും അവന്റെ സന്നിധിയിൽ വന്ന് കണ്ണുകൾ നിറയുമ്പോൾ എന്റെയും നിങ്ങളുടെയും കണ്ണുകളെ ഒരു പ്രാവിന്റെ കണ്ണുപോലെ അവൻ ദർശിക്കുകയാണ്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഞാനിത് നിങ്ങളോട് പറയുന്നത് പുസ്തകത്തിൽ നിന്ന് വായിച്ച എന്തെങ്കിലും ഒരു കാര്യം വിളിച്ചു പറയുകയല്ല. ഞാൻ എൻ്റെ പ്രാണപ്രിയൻ, എൻ്റെ യേശു, എൻ്റെ ആത്മമണവാളൻ, അവനുമായുള്ള ബന്ധത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാനിത് പറയുമ്പോഴും ഒരു അസാധാരണമായ ദൈവ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, എൻ്റെ ജീവിതത്തിൻ്റെ യാത്രയിൽ ഒത്തിരി പ്രതിസന്ധികളിലൂടെ ഞാൻ പോകേണ്ടി വന്നിട്ടുണ്ട്. ഏറ്റവും വലുതെന്ന് എനിക്കിപ്പോൾ തോന്നുന്ന ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു എൻ്റെ പ്രിയപ്പെട്ടവൻ പെട്ടെന്ന് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട ആ സംഭവം. നിങ്ങളിൽ ഒരുപക്ഷെ ഒരു ചിലർക്കെങ്കിലും ആ സംഭവം അറിയാമായിരിക്കാം. തലേ ദിവസം രാത്രിയിലും ശുശ്രൂഷ കഴിഞ്ഞ് മടങ്ങി വന്ന സന്തോഷത്തോടെ പ്രാർത്ഥിച്ചുറങ്ങിയതാണ്. കൃപയാൽ കർത്താവ് ഞങ്ങൾക്ക് ഭാരതത്തിൻ്റെ ചില സംസ്ഥാനങ്ങളിൽ, ഒറീസ, ബീഹാർ, രാജസ്ഥാൻ, കർണാടക, മഹാരാഷ്ട്ര, തമിഴ്നാട്, ഈ സ്ഥലങ്ങളിലൊക്കെ ചില മിഷൻ ഫീൽഡുകൾ തന്നിട്ടുണ്ട്. അത് ഭാരതത്തെക്കുറിച്ചുള്ള ഒരു വലിയ ഭാരം, ഇടങ്കയും വലങ്കയും തിരിച്ചറിയാത്ത, അറിയാതെ നരകത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ജനത്തെ ഓർത്തുള്ള ഒരു വലിയ ഭാരം കർത്താവ് ഉള്ളിലിട്ടപ്പോൾ ആ ആഗ്രഹത്തിന്റെ വെളിച്ചത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഗൈഡ് ചെയ്തതനുസരിച്ച് തുടങ്ങിയ വേലകളാണ്. നോർത്ത് ഇന്ത്യയിലെ ഈ ഭാഗങ്ങളിലൊക്കെയുള്ള വേലകളിൽ നിരന്തരം യാത്ര ചെയ്യുകയും അവിടെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുവാൻ കർത്താവ് കൃപയാൽ എളിയവൾക്കും ഭാഗ്യം തന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട നാളുകളിൽ ആ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാം. ഞാനൊരു ഓർത്തഡോക്സ് ക്രിസ്തീയ കുടുംബത്തിൽ നിന്നാണ് രക്ഷിക്കപ്പെട്ട ദൈവകൃപയിലേക്ക് വന്നത്. ആ ഒരു അനുഭവത്തിൽ ദൈവകൃപയിലേക്ക് വന്ന സമയത്ത് എൻ്റെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന, അന്ന് അവിടെ സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു, ഞങ്ങൾ അക്ക എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്, ഞങ്ങളുടെ ഒരു സീനിയർ, ഒരു സ്റ്റാഫ്, ആ സഹോദരി ഞങ്ങളോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു: ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാ വെള്ളിയാഴ്ചയും 1 മണിക്കൂർ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ മാറ്റിവെച്ചു. ചില വർഷങ്ങൾ ആ പ്രാർത്ഥനയിൽ തുടരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ആ പ്രാർത്ഥന ആ വിധത്തിൽ ഞാൻ അവിടെ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് പോരുന്നിട്ടും
കുറച്ച് വർഷങ്ങൾ കൂടെ ഭാരതത്തിന് വേണ്ടി അങ്ങനെ സമയം മാറ്റിവെച്ച് പ്രാർത്ഥിപ്പാൻ കൃപയാൽ കർത്താവ് സഹായിച്ചു. അന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ, ഭാരതത്തിന്റെ ഉണർവിനായി നീ എന്നെ ഉപയോഗിക്കണേ. ഞാനത് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലോ, ബൈബിൾ ഇൻഡെക്സ് നോക്കി എടുത്തോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാ ഞാൻ. എനിക്ക് ദൈവവചനത്തിലെ എല്ലാ ഭാഗങ്ങളും പെട്ടെന്നൊരു ദൈവദാസൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞാൽ അത് എടുക്കാൻ എനിക്ക് അറിയില്ല. അങ്ങനത്തെ ഒരു അനുഭവം. ഒത്തിരി പാട്ടുകളൊന്നും അറിയില്ല, പബ്ലിക്കായിട്ട് പ്രാർത്ഥിക്കാൻ അറിയില്ല. അതായിരുന്നു എൻ്റെ ജീവിതത്തിന്റെ തുടക്കം. പക്ഷേ ഞാൻ രക്ഷിക്കപ്പെട്ട നാളുകളിൽ ഒരിക്കൽ ഞാനൊരു ദൈവശബ്ദം ഇങ്ങനെ കേട്ടു, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? ആ ഒരു വചനം എൻ്റെ ഹൃദയത്തെ വല്ലാതെ പിടിച്ചു വിളിക്കി. ഞാൻ പ്രാർത്ഥിക്കാനിരുന്ന പായിൽ, എൻ്റെ റൂമിനകത്ത് ഒരു പായിട്ട് ഒരു സ്ഥലം വേർതിരിച്ചിരുന്നു. ആർക്ക് വേണമെങ്കിലും അവിടെ വന്നിരുന്ന് എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. അതെനിക്ക് ദൈവം തന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു കേട്ടോ. രക്ഷിക്കപ്പെട്ട ആ നാളിൽ, ഞാനൊരു ടീനേജറായിരിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടതാണ്. ഒരു ഹോസ്റ്റലിൽ വെച്ചാണ് രക്ഷിക്കപ്പെടുന്നത്. ആ സമയത്ത് ഒരു സ്ഥലം അതിനുവേണ്ടി മാറ്റിവെച്ച് ഒരു പാ വിരിച്ച് അവിടെ ഇട്ടിട്ട്, അതങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം, അബ്രഹാം പോയ ഇടങ്ങളിലെല്ലാം അവൻ യാഗപീഠം പണിതതായി ഞാൻ ഇങ്ങനെ വായിച്ചു. അപ്പോൾ ഞാനിങ്ങനെ കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, നീ എന്നെ എവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചാലും എനിക്ക് അവിടെ ഒരു യാഗപീഠം പണിയുവാൻ ഒരു കൃപ നീ എനിക്ക് തരണം. എനിക്ക് പ്രത്യേകിച്ച് പ്രാപ്തിയും കഴിവൊന്നുമില്ല. പക്ഷെ ഒരു സ്ഥലം മാറ്റിവെച്ച് യാഗപീഠം പണിയുവാൻ അങ്ങനെ സഹായിക്കണം. അങ്ങനെ തുടങ്ങിയത് അത് കേട്ടോ, കൃപയാൽ. ഇന്ന് ഏകദേശം 29 വർഷങ്ങൾക്ക് ശേഷം, 30 വർഷമാകുന്നു, 29 വർഷങ്ങൾക്ക് ശേഷം ഒന്ന് ഞാൻ നിങ്ങളോട് പറയാം. എൻ്റെ ദൈവം എന്നെ ആക്കി എല്ലായിടത്തും ഒരു യാഗപീഠം പണിയാൻ കർത്താവ് കൃപ വന്നു. നമ്മുടെ ചെറിയ ആഗ്രഹങ്ങളെ പോലെ തന്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ദൈവമാണ്. ഞാൻ കോയമ്പത്തൂരാണ് പഠിച്ചത്. എൻ്റെ ആ റൂമിന്റെ ഡോർ ഒരിക്കലും ലോക്ക് ചെയ്യുമായിരുന്നില്ല. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം, പ്രാർത്ഥിക്കാം. ഒരു ഓപ്പൺ റൂമായിരുന്നു എൻ്റേത്. ഞാനത് അങ്ങനെ ആഗ്രഹിച്ചപ്പോൾ എൻ്റെ റൂമിനകത്ത് വേറെ സീനിയേഴ്സ് ഉണ്ട്. എൻ്റെ സീനിയേഴ്സും എൻ്റെ കൂടെ നിന്നു കേട്ടോ. അവരൊരു റെസ്ട്രിക്ഷനും പറഞ്ഞില്ല. നാം ആത്മാർത്ഥമായി അങ്ങനെ ചില വിഷയങ്ങൾ ആഗ്രഹിച്ചാൽ ദൈവം നമ്മളെ അതിന് സഹായിക്കും. ഞാൻ ആ ഇരുന്ന് പ്രാർത്ഥിച്ച സ്ഥലത്ത് പെൻസിൽ കൊണ്ട് എൻ്റെ ആ ഭിത്തിയിൽ ഞാൻ ഇങ്ങനെ എഴുതിയിട്ടു, ദൈവമേ, നീ എന്നോട് കാര്യം തീർക്കുന്ന നാളിൽ എനിക്ക് ധൈര്യത്തോടെ നിൽക്കണം. എൻ്റെ കൈകൾ ബലപ്പെട്ടിരിക്കണം. എനിക്ക് ധൈര്യത്തോടെ അങ്ങേ വന്ന് ഫേസ് ചെയ്യാൻ കഴിയണം. എൻ്റെ കൈകളിൽ ഒരാത്മാവിനെയെങ്കിലും കൊണ്ട് അങ്ങയുടെ മുമ്പിൽ വരാൻ അങ്ങനെ സഹായിക്കണം. ഒരു ടീനേജറിന്റെ വേദപുസ്തകം അറിയാത്ത, പുസ്തകം എടുക്കാൻ അറിയാത്ത, പാട്ടുപാടാൻ അറിയാത്ത, ഒന്നും അറിയാത്ത ഒരു ന്യൂബോൺ ബേബി എന്ന് വേണമെങ്കിൽ പറയാം. ന്യൂബോൺ ബേബിയുടെ പ്രാർത്ഥനയായത് കേട്ടോ. പക്ഷേ നീണ്ട 30 വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കി ഞാൻ ഇങ്ങനെ പറയും, ദൈവം വിശ്വസ്തനായിരുന്നു, കർത്താവ് മതിയായവനായിരുന്നു. തമ്പുരാൻ നമ്മളെ കാണുമ്പോൾ പാറയുടെ പിളർപ്പിലും കടുംതൂക്കത്തിന്റെ മറവിലും ആണ് നാം ഇരിക്കുന്നതെന്ന് അവന് തോന്നിയാൽ അവൻ നമ്മുടെ സ്വരം കേൾക്കാൻ മതിയായവനാണ്. അതുമാത്രമല്ല, അവൻ നമ്മുടെ മുഖം കാണാൻ ആഗ്രഹിക്കുന്നവനാണ്. ദൈവമക്കളെ,
പാറയുടെ പിളർപ്പിൽ ഇരുന്നോണം കേട്ടോ. അങ്ങനെ കോയമ്പത്തൂരിൽ വെച്ച് ആരംഭിച്ചത്. ഞാൻ മദ്രാസിലാണ് അതിനുശേഷം എൻ്റെ പഠനവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ പോയത്. മദ്രാസിൽ ചെന്നപ്പോൾ ഒരു ഓർത്തഡോക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരു ഓർത്തഡോക്സ് ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അവിടെ ഒരു നൺ സിസ്റ്റർ റൺ ചെയ്യുന്ന ഒരു ഹോസ്റ്റലാണ്. അവിടെ ഒരു നോമിനൽ ആയിട്ടുള്ള ഒരു പ്രയർ ഉണ്ടായിരുന്നു. പക്ഷേ കൃപയാൽ സത്യത്തിലും ആത്മാവിൽ ആരാധിക്കുന്ന ഒരു കൂട്ടത്തെ വാർത്തെടുപ്പാൻ കർത്താവ് അവിടെയും കൃപ തന്നു കേട്ടോ. അതൊന്നും വെറുതെ സംഭവിച്ചതല്ല. ഒരു രാത്രിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടെറസിന്റെ മുകളിലേക്ക് കടന്നു പോകാൻ ദൈവം പറഞ്ഞു. ദൈവാത്മാവ് അത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, ഈ രാത്രിയിൽ ഞാൻ ടെറസിന്റെ മുകളിൽ പോയാൽ ആരെങ്കിലും എന്നെ കണ്ടാൽ അത് ഒരു വിഷയമാകും. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ടെറസിന്റെ മുകളിലേക്ക് പോവുക. ടെറസിന്റെ മുകളിൽ അതിന്റെ ഒരു വശത്ത് നഴ്സിംഗ് സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ അന്ന് അവരെ പഠിപ്പിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. അവരുടെ ഒരാളിന്റെ റൂമിൽ ഒരു ലൈറ്റ് കണ്ടിട്ട് അവരുടെ ഒരു നഴ്സിംഗ് ട്യൂട്ടർ എന്നുള്ള നിലയിൽ അവരുടെ അടുത്തേക്ക് കയറി ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ റൂമിൽ ലൈറ്റ്? 10:30 മുമ്പ് ലൈറ്റ്സ് ഓഫ് ചെയ്യണമെന്നുള്ളത് അവരുടെ നിയമമാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളിൽ ഒരാൾ സിക്കാണ്. ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് സിക്ക് നേരത്തെ റിപ്പോർട്ട് ചെയ്തില്ല? അവർ പറഞ്ഞു, സുഖമാവുമെന്ന് വിചാരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തില്ല. ആ കൂട്ടത്തിൽ ഒരാൾ, അതിനു മുമ്പ് ഞാൻ ആ ഹോസ്റ്റലിൽ തന്നെ താഴത്തെ നിലയിൽ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ട് ഇവർ. ഒരാൾ ചോദിച്ചു, സിസ്റ്ററെ, അവൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? എൻ്റെ കയ്യും കാലും ഒക്കെ വിറച്ചു പോയി കേട്ടോ. കാരണം ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ എനിക്ക് പരിചയമില്ല. എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ രക്ഷിക്കപ്പെട്ടിട്ട് വരും 2 വർഷമേ ആയിട്ടുള്ളൂ. ഒന്നും എനിക്കറിയത്തില്ല. ഒത്തിരി മീറ്റിങ്ങുകളൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. ഒത്തിരി അങ്ങനെ ദൈവവചനത്തോടെ എക്സ്പോസ്ഡ് ആയിട്ടില്ല. ആഴ്ചയിൽ ഒരിക്കൽ കിട്ടുന്ന ഒരു മീറ്റിംഗ്, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിൽ ആശ്രയിച്ചോ ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം അവളെ പെട്ടെന്ന് സൗഖ്യമാക്കി. അവൾ പെട്ടെന്ന് സ്വെറ്റ് ചെയ്ത് അവളുടെ പനി വിട്ടുമാറി. ആ കുഞ്ഞുങ്ങൾ എന്നോട് ചോദിച്ചു, എല്ലാ ദിവസവും 10 മണി വരെ ഞങ്ങളുടെ സ്റ്റഡി ടൈമാണ്, 10 തൊട്ട് 10:30 വരെയുള്ള സമയം. സിസ്റ്റർ ഒന്ന് മേളി വരെ കയറി വരുമോ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? നിങ്ങൾക്കറിയാമോ, 2 വർഷം ആ പ്രെയർ ഗ്രൂപ്പ് അവിടെ തുടർന്നു. അടുത്ത സ്ഥലത്ത് തമ്പുരാൻ എന്നെ കൊണ്ടുവന്നാക്കിയിടത്ത് അടുത്ത യാഗപീഠം. പിന്നീട് ഞാൻ വർക്ക് ചെയ്തത് പുഷ്പഗിരി ഹോസ്പിറ്റലിലാണ്. അവിടുത്തെ സ്കൂൾ ഓഫ് നഴ്സിംഗിനകത്ത് ഒരു ചാപ്പലുണ്ട്. നിങ്ങൾക്കറിയാമോ, കൃപയാൽ ആ ചാപ്പലിനകത്ത് അവിടെ ഉണ്ടായിരുന്ന നഴ്സിംഗ് ട്യൂട്ടേഴ്സിന് വേണ്ടി മാസത്തിലൊരിക്കൽ ഒരു പ്രെയർ ഗ്രൂപ്പ്. അതൊക്കെ ചെന്ന ഉടനെ ഒന്നും സംഭവിച്ചൊന്നുമല്ല കേട്ടോ. വളരെ പ്രാർത്ഥിച്ചും അതിൻ്റെ പിന്നിലൊക്കെ ഒത്തിരി അധ്വാനങ്ങളുണ്ട്. നടന്നതാ. അവിടെയും അടുത്തൊരു യാഗപീഠം. പിന്നീട് തമ്പുരാൻ മസ്കറ്റിലേക്ക് കൊണ്ടുവന്നു. എനിക്കൊന്നും, ഞാൻ എൻ്റെ ഈ അനുഭവങ്ങളൊന്നും അധികം പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടില്ലാത്ത അനുഭവങ്ങളാണ്. കർത്താവിൻ്റെ ദാസൻ എന്നോടത് പറയണം, അനുഭവങ്ങൾ ചേർത്ത് പറയണമെന്ന് നിർബന്ധപൂർവ്വം പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് പങ്കുവയ്ക്കുന്നു. ഒരു പക്ഷേ ദിസ് ഈസ് ഗോയിങ് ടു എൻകറേജ് സം പീപ്പിൾ. മസ്കറ്റിലേക്ക് കൊണ്ടുവന്നു, ഒരു ഹോസ്റ്റൽ ദൈവമാക്കി. അവിടെയും 5 വർഷം വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഒരു ശുശ്രൂഷ ആരംഭിക്കുവാൻ കർത്താവ് കൃപ തന്നു. ഒത്തിരി പേർ രക്ഷിക്കപ്പെട്ടു. ഞാനതിൻ്റെ നടുവിലൊന്ന് പറയട്ടെ. അന്ന് എൻ്റെ റൂമിനകത്ത് ഞാൻ താമസിക്കുന്ന ആ ഫ്ലാറ്റിൽ പലരും അഭിഷേകം പ്രാപിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. പ്രാർത്ഥിക്കാമോ, ഞങ്ങളുടെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ച് വന്നവരുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, കൃപയാൽ ആ റൂമിനകത്ത് വന്ന് മുട്ടുകുത്തി പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരെയും 100% ഒരാൾ പോലും അഭിഷേകം പ്രാപിക്കാതെ ആ മുറിക്കകത്ത് നിന്ന് ഇറങ്ങിപ്പോകുവാൻ ദൈവം അനുവദിച്ചില്ല. God is faithful. പാറയുടെ പിളർപ്പിലാണോ, കടും തൂക്കത്തിന്റെ മറവിലാണോ ഇരിക്കുന്നത്? ദൈവം വിശ്വസ്തനാണ്. അവന്റെ പ്രാവ്
പാറയുടെ പിളർപ്പിലിരിക്കണമെന്ന് അവൻ ആഗ്രഹമുണ്ട്. ഏതാണ് ഈ പാറ? അടിക്കപ്പെട്ട പാറ, പിളർക്കപ്പെട്ട പാറയാകുന്ന ക്രിസ്തുവിൽ. ആ പിളർപ്പിനകത്ത് മറഞ്ഞിരിക്കുന്ന ഒരു പ്രാവായിരിക്കണം ക്രിസ്തുവിന്റെ മണവാട്ടി. പക്ഷേ ആ പിളർപ്പിൽ മറഞ്ഞിരിക്കുമ്പോഴും പ്രാവിനൊരു കാര്യം അറിയാം, കടുംതൂക്കാണ്. പിടിവിട്ടാൽ താഴേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു കടുംതൂക്കത്തിന്റെ മറവിൽക്കാണ് ഈ പ്രാവിരിക്കുന്നതെന്ന് മറന്നു പോകരുത് ദൈവമക്കളെ. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പാറയാം ക്രിസ്തുവിൽ ആ പിളർപ്പിൽ മറഞ്ഞിരിക്കുന്ന ഒരു പ്രാവാണെങ്കിലും നനഞ്ഞ കണ്ണുള്ള, കുറുകുന്ന, അവന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പ്രാവാണ് ഞാനും നിങ്ങളുമെങ്കിലും ഒരു കടുംതൂക്കത്തിന്റെ മറവിലാണെന്ന് മറന്നു പോകരുത്. പിടിവിട്ടാൽ എപ്പോഴും എപ്പോ വേണമെങ്കിലും താഴെ പോകാൻ സാധ്യതയുണ്ട്. സോ ബി കെയർഫുൾ. മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കുവാൻ അപ്പോസ്തലനായ പത്രോസ് വിളിച്ചു പറയുന്നു. അങ്ങനെയാണെങ്കിൽ കടുംതൂക്കത്തിന്റെ മറവിലിരിക്കുന്ന പ്രാവേ, പാറയുടെ പിളർപ്പിലാണോ നനഞ്ഞ കണ്ണോടുകൂടിയാണോ ഇരിക്കുന്നത്? മൂടുപടത്തിന്റെ നടുവിൽ കുറുകി ഞരങ്ങിയിരിക്കുകയാണോ? ഈ പാറയിൽ പറ്റിയിരുന്നോണം, കടുംതൂക്കത്തിലേക്ക് വീഴാതെ വണ്ണം കീഴെ ശ്വാസത ഭുജങ്ങളുമായി അവൻ നമ്മെ സൂക്ഷിക്കുവാൻ വിശ്വസ്തനായ ദൈവമാണ്. ദൈവമക്കളെ, ഇന്ത്യക്ക് വേണ്ടി, ഭാരതത്തിന് വേണ്ടി അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും ഓരോ മണിക്കൂർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കുറെ നാളുകൾ പ്രാർത്ഥിച്ചു. പിന്നീട് മറ്റു പല പ്രാർത്ഥനകളും പല കാര്യങ്ങളുമായിട്ടൊക്കെ ഡൈവേർട്ടഡ് ആയിപ്പോയി. കൃത്യമായിട്ട് എല്ലാ വെള്ളിയാഴ്ചയും 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന ആ അവസ്ഥയ്ക്കൊരു ഒരു മാറ്റം വന്നു. അതെൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു പരാജയമാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മറ്റു പലതിലും ഞാൻ ഇൻവോൾവ് ആയി. കർത്താവിൻ്റെ വേലയിൽ ദൈവമാക്കിയ ഇടങ്ങളിലെല്ലാം എൻ്റെ പ്രാപ്തിക്കൊത്തവണ്ണം, എൻ്റെ പ്രാപ്തി എന്ന് പറയുന്നത് തെറ്റാണെന്ന് തോന്നുന്നു, ദൈവാത്മാവ് എന്നെ നടത്തിയതനുസരിച്ച് കർത്താവിൻ്റെ വേലയുടെ ഭാഗമാകാൻ കർത്താവ് കൃപ തന്നു. എന്നാൽ ഈ ഭാരതത്തെക്കുറിച്ചുള്ള ആ ഒരു ഭാരം, നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ആ ഒരു ഭാരം ഹൃദയത്തിനകത്ത് വല്ലാതെ ഒരിക്കലും മായാത്തതുപോലെ ഹൃദയത്തിനകത്ത് കിടന്നിരുന്നു. ദൈവമക്കളെ, ഞാനൊരു കാര്യം പറയട്ടെ. നോർത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ പൊട്ടിക്കരയുന്ന ഒരു മനുഷ്യനെ കർത്താവ് എനിക്ക് ഭർത്താവായി തന്നു. നോർത്ത് ഇന്ത്യയുടെ ഗ്രാമങ്ങളെക്കുറിച്ച് ഇത്രയും ഭാരമുള്ള ഒരു വ്യക്തിയെ ഞാൻ വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ധാരാളം പേരുണ്ടെന്ന് എനിക്കറിയാം. അത്രമാത്രം ആത്മാക്കളെ സ്നേഹിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹത്തോടൊപ്പമുള്ള ജീവിതം ആ ഭാരതത്തെക്കുറിച്ചുള്ള ആ ഭാരം വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കി. ദൈവകൃപയാൽ 2013-14 കാലഘട്ടങ്ങളിൽ നോർത്ത് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. അതിനു മുമ്പ് തന്നെ ഏകദേശം 15 വർഷത്തോളം എൻ്റെ പ്രിയപ്പെട്ടവൻ കർത്താവിൻ്റെ വേലയുമായിട്ടുള്ള ബന്ധത്തിൽ നോർത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബീഹാർ സംസ്ഥാനം ഒഴികെ ബാക്കി എല്ലായിടങ്ങളിലും കർത്താവിൻ്റെ വേലയുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുവാൻ, ശുശ്രൂഷിപ്പാൻ തൻ്റെ നല്ല യൗവനം ഭാരതത്തിൻ്റെ വടക്കൻ ഗ്രാമങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുവാൻ കർത്താവ് കൃപയാൽ ഭാഗ്യം കൊടുത്തു. ആ ഒരു ദർശനമുള്ളിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ സ്വന്തമായി ഡയറക്റ്റായിട്ട് ഒരു മിഷൻ വർക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ യാത്ര ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാമോ, ഞാൻ മസ്കറ്റിലേക്ക് വന്നതിന് ശേഷം ഭാരതത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു: കർത്താവേ,
എന്നെങ്കിലും ഭാരതത്തിന്റെ സുവിശേഷീകരണത്തിനായി അങ്ങനെ പൂർണ്ണസമയം കർത്താവിന്റെ വേലയ്ക്ക് വിളിക്കുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു വിളി എൻ്റെ മേലുണ്ടെങ്കിൽ അങ്ങനെ ബീഹാറിലേക്ക് അയക്കണം. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരു കാരണമുണ്ട്. മിഷണറിമാരുടെ ശവപ്പറമ്പെന്ന് ബീഹാറിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവേ, എന്നെ അവിടെ അയക്കണമേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ പല പ്രാവശ്യം പലതും ഒക്കെ പ്രാർത്ഥിച്ച് അങ്ങനെ അങ്ങ് വിട്ടു. പക്ഷെ ഒരു മിഷൻ ട്രിപ്പിനായി ഞങ്ങൾ സ്വന്തമായ ഒരു വേലസ്ഥലം ആഗ്രഹിച്ച് ദേശം ഉറ്റുനോക്കാൻ പോകുന്നത് പോലെ ഞാനും എൻ്റെ പ്രിയപ്പെട്ടവനും ഞങ്ങളുടെ ദൈവസഭയിൽ അന്നും ഇന്നുമുള്ള മിഷൻ കോർഡിനേറ്ററായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന പാസ്റ്റർ രഞ്ജിയും ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്. ഞങ്ങൾ യാത്രയ്ക്കെല്ലാം പ്ലാൻ ചെയ്തു, ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. നിങ്ങൾക്കറിയാമോ, ആദ്യം ദൈവം കൊണ്ടുപോയത് ബീഹാറിലേക്കാണ്. പാറ്റ്ന എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, ഞാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിരിക്കുന്നു. അന്ന് ആ പ്രാർത്ഥന പോലും ഞാൻ മറന്നുപോയിരുന്നു. ദൈവാത്മാവിനെ ഓർമ്മിപ്പിച്ചു, എന്തെങ്കിലും കർത്താവിൻ്റെ വേലയ്ക്ക് അയച്ചാൽ ബീഹാറിൽ അയക്കണമെന്ന് നീ പ്രാർത്ഥിച്ചു. ഇതാ നീ നോർത്ത് ഇന്ത്യയിലെ വേലയ്ക്കായി ആദ്യമായി കാൽ കുത്തുന്നത് ബീഹാറിലാണ്. എൻ്റെ ദൈവം എത്ര വിശ്വസ്തനാണ്. എൻ്റെ പ്രാണപ്രിയൻ, അവനകവും പുറവും ഒരുപോലെ സൗന്ദര്യമുള്ളവനാണ്. അവൻ വിശ്വസ്തനായ ദൈവമാണ്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മെ അവൻ നോക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ കൊച്ചു കൊച്ചാഗ്രഹങ്ങൾ പോലും അറിയുന്ന, മനസ്സിലാക്കുന്ന ആ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത് എഫെഷ്യൻസ് 3:20, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. നാം ചോദിക്കുന്നതിനേക്കാൾ നനയ്ക്കുന്നതിനേക്കാൾ അപ്പുറത്ത് നമ്മളെ കൊണ്ടുപോകാൻ കഴിയുന്ന, ആ വിധത്തിൽ നമ്മെ നടത്താൻ കഴിയുന്ന ഒരു പ്രിയനെയാണ് ഈ ശൂലേം കാര്യത്തിൽ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ ശൂലേംകാരിത്തിയെ നോക്കിയിട്ട് പ്രിയൻ പറയുകയാണ്, നിന്റെ കണ്ണ് പ്രാവിൻ കണ്ണ് പോലെയാണ് ഇരിക്കുന്നത്. അവളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളുടെ പല്ലുകളെ കുറിച്ചൊക്കെ ഒത്തിരി കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് ഒന്നും പോകുന്നില്ല, കാരണം ഉത്തമഗീതം പഠിക്കുകയല്ലോ നമ്മൾ. മാത്രമല്ല, ഈ ശൂലേംകാരിത്തി അവളുടെ ആദ്യത്തെ പ്രാർത്ഥനയായിരുന്നു, നിന്റെ പിന്നാലെ എന്നെ വലിക്കാം. രണ്ടാമത് നാം പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥന, ക്രിസ്തുവിന്റെ മണവാട്ടി പ്രാർത്ഥിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥന, കർത്താവേ, ഭാരയുടെ പിളർപ്പിലും കടുന്തൂക്കത്തിന്റെ മറവിലും ഇരിക്കുമ്പോഴും എനിക്കൊരു പ്രാവിൻ്റെ ഹൃദയവും കണ്ണും എനിക്ക് തരണം. ആ കുറുകൽ എനിക്ക് തരണം. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ആ കുറുകൽ ഒരിക്കലും നഷ്ടപ്പെടരുത്. ജീവിതത്തിൽ എത്ര സുഖ സൗകര്യങ്ങൾ ഉണ്ടായാലും, ദൈവം എത്ര നമ്മളെ അനുഗ്രഹിച്ചാലും, നമ്മളെ എവിടെയെല്ലാം കൊണ്ടുപോയി ഏതെല്ലാം സ്ഥാനത്താക്കിയാലും, ആ പ്രാവിന്റെ ഹൃദയം, ആ പ്രാവിന്റെ വിശുദ്ധി, ആ പ്രാവിന്റെ കുറുകൽ അത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കട്ടെ. ആ പാറയുടെ പിളർപ്പിലല്ലാതെ വേറെ എങ്ങും പോയി ഒരു അഭയസ്ഥാനം കണ്ടെത്താൻ ഇടയാകാതിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം, എൻ്റെ പ്രിയ, നിന്റെ പിന്നാലെ എന്നെ വലിക്കാം. നീ എവിടെ പോകുന്നോ അവിടെ പോയാൽ മതി എനിക്ക്. പാട്ടുകാരൻ അതുകൊണ്ടല്ലേ പറയുന്നത്, എവിടെ പോയി ഞാൻ അവനായി ജീവൻ വെക്കണം, അവിടെ തന്നെ പോകാൻ എനിക്കൊരു മനസ്സ് തരണം. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഈ ശുശ്രൂഷ ഒരു മിഷൻ ചലഞ്ചായി മാറുകയാണോ എനിക്കറിയില്ല. എത്ര പേർ പ്രാർത്ഥിക്കും, കർത്താവേ, നിന്റെ പിന്നാലെ എന്നെ വലിക്കാം. നമുക്ക് നമ്മുടെ മണവാളന്റെ പിന്നാലെയുള്ള പോക്കുവഴി, അവന്റെ വഴി മതി. അവൻ വിശ്രമിക്കുന്ന ഇടം മതി, അവൻ ഇരിക്കുന്ന ഇടം മതി, അവൻ കിടക്കുന്ന ഇടം മതി, അവൻ കൊണ്ടുവന്നാക്കുന്ന ഇടം മതി. എവിടെ പോയി നാം അവനായി ജീവൻ വെക്കണം, അവിടെ തന്നെ പോകാൻ ഒരു മനസ്സ് ചോദിക്കുമോ പ്രിയപ്പെട്ടവരെ? കർത്താവിനോട് അതിനായി യാചിക്കുമോ? അവിടെ തന്നെ പോകാനുള്ള ഒരു മനസ്സ്. 2, പ്രാവിൻ്റെ അനുഭവം എനിക്കുണ്ടാവണം. 3, ഇവളിങ്ങനെ പറയുകയാണ്, 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ,
ഞാൻ ഉള്ളവൾ. നാം അവന് മാത്രമുള്ളവളാണോ? അവന്റെ മാത്രം ശബ്ദം കേട്ടോ അവന്റെ ഇഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ? എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ. എത്ര പേർക്കുണ്ട് ആ ഒരു ഉറപ്പ്? എൻ്റെ പ്രിയൻ എനിക്കുള്ളവനാ, ഞാൻ അവനുള്ളവളാ. അവന്റെ സൗന്ദര്യത്തിനപ്പുറം എൻ്റെ ഹൃദയത്തെ കവരാൻ ഒന്നിനും കഴിയില്ല. അവന്റെ ശബ്ദത്തിനപ്പുറം എന്നെ സന്തോഷിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഞാൻ അവനുള്ളവൾ തന്നെയാണോ? എൻ്റെ പ്രിയൻ എനിക്കുള്ളവനാണെന്ന് ഒരുപക്ഷെ നമ്മൾ പറയുമായിരിക്കാം. പക്ഷെ നമ്മളിൽ എത്ര പേർ പ്രാർത്ഥിക്കും, കർത്താവേ ഞാൻ നിനക്കുള്ളവളായി മാത്രം മാറണം. ക്രിസ്തുവിന്റെ മണവാട്ടി അവനുള്ളവളായിരിക്കണം. നാം അവനുള്ളവളാകുമ്പോൾ അവൻ പറയുന്ന എല്ലാം ചെയ്യും കേട്ടോ. ഒരു വിഡ്ഢിയെ പോലെ പലപ്പോഴും പലതും അനുസരിച്ചെന്ന് വരും. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഒരു വിഡ്ഢിയെ പോലെ കർത്താവിനെ അനുസരിച്ചിട്ടുണ്ട്. വെറുതെ ചില സ്ഥലത്തോട്ടൊക്കെ നടന്നു പോകാൻ പറഞ്ഞപ്പോ പോയിട്ടുണ്ട്. എന്തിനു പോയെന്നും എന്തിനാ അത്രയും നേരം ആ സ്ഥലം നോക്കി ഇന്ന് പ്രാർത്ഥിച്ചെന്നും ഒന്നും എനിക്കറിയില്ല. ബട്ട് ഐ ഡിഡ് ഇറ്റ്. ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കാം, എൻ്റെ പ്രിയപ്പെട്ടവൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട സമയത്ത് പബ്ലിക്കായിട്ട് അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കുവാൻ പ്രാർത്ഥിക്കണമെന്ന് ദൈവാത്മാവ് ഹൃദയത്തിൽ ഒരാലോചന തന്നു. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. കർത്താവിനോട് പറഞ്ഞു, കർത്താവെ പബ്ലിക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കറിയില്ല. കർത്താവ് പറഞ്ഞു, റിസൾട്ട് അല്ല നിന്റെ വിഷയം. ഐ എം ജസ്റ്റ് ആസ്കിങ് യു. നീ വിശ്വസിക്കുന്നു എന്ന് നീ പറയുന്നു, പക്ഷെ നിന്റെ വിശ്വാസം. കർത്താവ് ഒരിക്കൽ പോലും എൻ്റെ ഭർത്താവിനെ എനിക്ക് മടക്കിത്തരാമെന്ന് പറഞ്ഞില്ല. പക്ഷേ കർത്താവ് ചോദിച്ചത്, നിന്റെ വിശ്വാസം നിനക്ക് പബ്ലിക്കായിട്ട് കൺഫസ് ചെയ്യാമോ? കൃപയാൽ കർത്താവ് അതിനുള്ള കൃപ വന്നു കേട്ടോ. റിസൾട്ട് എനിക്ക് വിഷയമല്ല, പക്ഷേ അവനെ അനുസരിച്ചു എന്നുള്ള ആ ഒരു നല്ല ബോധ്യം. നാം അവനുള്ളവരാണോ? നമുക്ക് ഈ ദിവസങ്ങളിൽ മണവാട്ടിയായി ഒരുങ്ങുമ്പോൾ അവനോട് പറയാം, കർത്താവേ എൻ്റെ പ്രിയ, നിന്റെ പിന്നാലെ എന്നെ വലിക്കാം. എനിക്ക് പ്രാവിൻ്റെ ഒരു ഹൃദയവും കണ്ണും സ്വഭാവവും കുറുകലും ആ പാറയുടെ പിളർപ്പിലിരിക്കുന്ന അനുഭവം എനിക്ക് താ. 3, എനിക്ക് നിനക്കുള്ളവളായി മാത്രം ഒന്ന് ജീവിക്കാൻ ഉള്ള ഒരു കൃപ എനിക്ക് താ. ഇവിടെ പ്രിയൻ പ്രിയയെക്കുറിച്ച് പറയുകയാണ്. 4-ാം അധ്യായം. സകലവിധ സുഗന്ധവർഗത്തേക്കാൾ, 4-ാം അധ്യായത്തിന്റെ 10 മുതലുള്ള വാക്യങ്ങൾ, സുഗന്ധവർഗത്തേക്കാൾ നിന്റെ തൈലത്തിന്റെ പരിമളവും എത്ര രസകരം. അല്ലയോ കാന്തേ, നിന്റെ അധരം തേൻകട്ട പൊഴിക്കുന്നു. നമ്മുടെ പ്രിയൻ നമ്മളെക്കുറിച്ച് എന്ത് പറയും? നമ്മുടെ അധരം തേൻകട്ട പൊഴിക്കുന്നുണ്ടോ? വചനത്തെ തേനായി ഉപമിച്ച് പഠിപ്പിക്കുന്നുണ്ട് സങ്കീർത്തനക്കാരൻ. വചനത്തെ തേനായി, തേനിലും മധുരമുള്ള ഒന്നായി വചനത്തെ പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന്റെ മണവാട്ടിയെ നോക്കി എൻ്റെ പ്രിയൻ, നമ്മളുടെ പ്രിയൻ നമ്മളെ നോക്കി പറയുമോ, നിന്റെ അധരം തേൻകട്ട പൊഴിക്കുന്നു. വെറും വചനമല്ല, വചനക്കട്ട. തേൻ ഇരുന്നിരുന്നാണ് കട്ടയാവുന്നത്. കോൺസെൻട്രേറ്റഡ് ആവുമ്പോഴാണ് അത് തേൻകട്ടയായി മാറുന്നത്. ക്രിസ്തുവിന്റെ മണവാട്ടിയെ അധരത്തിൽ നിന്ന് എന്താ പുറത്തു വരുന്നത്? തേൻകട്ടയാണോ? താഴെ വായിക്കുന്നു, നിന്റെ നാവിൻ കീഴിൽ തേനും പാലുമുണ്ട്. പാല് വചനത്തെ കാണിക്കുന്നതാ.
നമ്മുടെ അധരത്തിൽ നിന്ന് മറ്റുള്ളവർക്ക്, കേൾക്കുന്നവർക്ക് വേണ്ടും പോലെ ആത്മീയ വർധനയ്ക്കുള്ളതല്ലാതെ മറ്റെന്തെങ്കിലും പുറത്തു വരുന്നുണ്ടോ? തമ്പുരാൻ ആഗ്രഹിക്കുന്നത് അവന്റെ പ്രിയയുടെ അധരത്തിൽ നിന്ന് തേൻകട്ട, പാൽ പുറത്തു വരണമെന്ന. ഉണ്ടോ നമ്മുടെ അധരത്തിൽ ഈ തേൻകട്ട? ഉണ്ടോ നമ്മുടെ അധരത്തിൽ ഈ പാൽ? വചനവും വചനവളപ്പിനുള്ളതും ആ കൃപയ്ക്കൊത്തുള്ളതും മാത്രമാണോ നമ്മുടെ അധരത്തിൽ നിന്ന് പുറത്തു വരുന്നത്? ക്രിസ്തുവിന്റെ മണവാട്ടി അതായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, വേദനകളൊക്കെ നമ്മൾ പലരോടും പറയുകയും ഭാരപ്പെടുകയൊക്കെ ചെയ്യുമായിരിക്കാം. പക്ഷേ ഈ ദിവസങ്ങളിൽ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവേ, തേനും പാലും പൊഴിക്കുന്ന ഒരധരം എനിക്ക് തരണം. നിന്റെ പിന്നാലെ എന്നെ വലിക്കണം. അതായത് എൻ്റെ കാലുകൾ നിന്റെ ചുവടുകളിലായിരിക്കണം. ഒരു പ്രാവിന്റെ കണ്ണെനിക്ക് തരണം. പ്രാവിരിക്കുന്നത് പോലെ എൻ്റെ ഇരിപ്പ് ഈ പിളർന്ന പാറയുടെ പിളർപ്പിലായിരിക്കണം. ഞാൻ നിനക്കുള്ളവളായി മാത്രം മാറണം. എൻ്റെ മുഴുവൻ സർവസ്വവും നിനക്കുള്ളതായി മാറണം. എൻ്റെ അധരം തേനും പാലും പൊഴിക്കുന്നതായി മാറണം. അവളെക്കുറിച്ച് ഉത്തമഗീതം 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ സഹോദരി, എൻ്റെ കാന്ത, കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടം, അടച്ചിരിക്കുന്ന ഒരു നീരുറവ്, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ. ഒത്തിരി വിശദീകരിക്കേണ്ട ഭാഗമാണ് എങ്കിൽ പോലും എ വെൽ സെക്വേർഡ്, കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടമാണ്, അടച്ചിരിക്കുന്ന ഒരു നീരുറവയാണ്, മാലിന്യപ്പെടാത്ത ഒരു ഉറവയാണ്, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണറാണ്. അതായത് മുദ്ര അധികാരത്തെ കാണിക്കുന്നത്. ഒരധികാരത്തിന്റെ കീഴിൽ വളരെ പ്യുവറായിട്ട്, വളരെ സെക്വേർഡ് ആയിട്ട് സൂക്ഷിക്കപ്പെടുന്ന ഒരു ജീവിതം. അങ്ങനെ മാത്രം പറഞ്ഞ ആ ഭാഗം ഞാൻ അങ്ങനെ വിടുകയാണ്. അങ്ങനെ ഒരു ജീവിതം കർത്താവിനോട് പ്രാർത്ഥിക്കുമോ? കർത്താവേ, നീ എന്നെ ഒരു കെട്ടിയടച്ച തോട്ടമാക്കണം, ഒരു മുദ്രയായിട്ടിരിക്കുന്ന കിണറാക്കണം, അടച്ച ഒരു ഉറവയാക്കണം. അതുകൊണ്ട് അത് ആർക്കും ഷെയർ ചെയ്യത്തില്ലെന്നല്ല, പക്ഷേ മാലിന്യപ്പെടാത്ത, വളരെ സെക്വേർഡ് ആയിട്ടുള്ള, ചുറ്റും തീമതിലുള്ള, നടുവിൽ മഹത്വമുള്ള, ദൈവിക അധികാരത്തിന്റെ, ദൈവിക മുദ്രയുടെ, പരിശുദ്ധാത്മാവിന്റെ മുദ്രയുടെ കീഴിലുള്ള ഒരു കിണറ്. അതായിരിക്കണം ക്രിസ്തുവിന്റെ മണവാട്ടി. ദൈവം നമ്മളെ കുറിച്ച് അത് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ. ആ 3 കാര്യങ്ങൾ മാത്രം വിശദീകരിച്ചാൽ മനോഹരമായ ഒരു ചിത്രം ക്രിസ്തുവിന്റെ മണവാട്ടിയെ കുറിച്ച് നമുക്ക് ലഭ്യമാകും. വായിച്ച് ധ്യാനിക്കണമേ ദൈവമക്കളെ. ക്രിസ്തുവിന്റെ മണവാട്ടിയെ കുറിച്ച് ക്രിസ്തു പറയുന്ന ഒരു കാര്യം, 15-ാമത്തെ വാക്യം, സോങ് ഓഫ് സോങ്സ് 4:15. നീ തോട്ടങ്ങൾക്കൊരു നീരുറവ്, വറ്റിപ്പോകാത്ത കിണറ്, ലെബാനോനിൽ നിന്നൊഴുകുന്ന ഒഴുക്കുകൾ. വറ്റിപ്പോകാത്ത, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണർ. നീ തോട്ടങ്ങൾക്കൊരു നീരുറവയാകട്ടോ. മാലിന്യപ്പെടാതെ, അടച്ചു വച്ചിരിക്കുന്ന ഒരു ഉറവയായിരിക്കുമ്പോൾ തന്നെ ആരും അറിയാതെ ദൈവസഭയാകുന്ന തോട്ടത്തെ നനയ്ക്കുകയും അതിന്റെ പച്ചിപ്പിനെ നിലനിർത്തുവാനായി ഉപയുക്തമായി തീരുകയും ചെയ്യുന്ന ഒരു നീരുറവയാണോ ക്രിസ്തുവിന്റെ മണവാട്ടി എന്ന്, ക്രിസ്തുവിന്റെ മണവാട്ടി എന്ന് ക്ലെയിം ചെയ്യുന്ന ഞാനും നിങ്ങളും അങ്ങനെയാണോ? ദൈവമക്കളെ, രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട്, വീണ്ടും ജനനം പ്രാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിൽ
എവിടെയും എത്തത്തില്ല കേട്ടോ. ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം, എൻ്റെ പ്രിയ നിന്റെ പിന്നാലെ എന്നെ വലിക്കുക, എനിക്കൊരു പ്രാവിന്റെ കണ്ണുതാ, എനിക്ക് ഒരു പ്യാറയുടെ പിളർപ്പിലുള്ള ഒരു അനുഭവം താ, എനിക്ക് ഞാൻ നിനക്കുള്ളവളായി മാത്രം മാറുന്ന ഒരു അനുഭവം നീ എനിക്ക് താ, എന്നെ ഒരു കെട്ടിയടച്ച് തോട്ടമാക്ക, എന്നെ എൻ്റെ തോട്ടങ്ങൾക്ക് ഒരു നീരുറവയാക്കി വെക്ക, അടച്ച ഒരു നീരുറവയാക്കി വെക്ക, മാലിന്യം കലരാത്ത ഒരു നീരുറവയാക്കി വെക്ക, പരിശുദ്ധാത്മാവിന്റെ മുദ്രയിട്ട ഒരു കിണറാക്കി, ഹല്ലേലൂയ, വറ്റിപ്പോകാത്ത ഒരു കിണറാക്കി നീ എന്നെ വെക്കപ്പാ. നമ്മളിൽ എത്ര പേർ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കും? ശൂലേംകാരുത്തി വിളിച്ചു പറയുന്ന ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ. ശൂലേംകാരുത്തി പറയുക, എന്തൊരു ധൈര്യമാ അവൾക്കൊന്ന് നോക്കിക്കേ. 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം, വടതിക്കാറ്റേ ഉണരുക, തെന്നിക്കാറ്റേ വരിക, എൻ്റെ തോട്ടത്തിൽ നിന്ന് സുഗന്ധം വീശേണ്ടതിന് അതിൻ്റെ മേൽ ഊതുക, എൻ്റെ പ്രിയൻ തൻ്റെ തോട്ടത്തിൽ വന്ന അതിലെ വിശിഷ്ട ഫലം ഭുജിക്കട്ടെ. ഇതാകുന്നു ക്രിസ്തുവിന്റെ മണവാട്ടി. ജീവിതത്തിൽ ഏത് കാറ്റ് വന്നാലും, ഇനി ഈശാനമൂലൻ വന്നാലും, പൗലോസ് പറയും, എന്നിൽ നിന്ന് ചിലതിനെയൊക്കെ കുടഞ്ഞു കളയാനുള്ള ശക്തി പുറത്തു വരും. ഒരു കിഴക്കൻ കാറ്റ് വന്നാൽ മോശ പറയും, എൻ്റെ മുമ്പിലുള്ള ചെങ്കടൽ അതിനെ വറ്റിച്ചു കളയും, അതിൻ്റെ കരയിൽ നിൽക്കുന്ന ഞാൻ അതുപോലെ അവിടെ നിൽക്കുകയും കിഴക്കൻ കാറ്റ് വറ്റിക്കുന്ന വഴിയിലൂടെ അക്കരെ കടക്കുകയും ചെയ്യും. ചുറ്റിയടിക്കുന്ന ഒരു കാറ്റ് നോഹയുടെ പെട്ടകത്തെ ആടിയുലയ്ക്കുമ്പോൾ നോഹ പറയും, ഈ കാറ്റെന്നെ അരാരാത്തിൽ കൊണ്ടുവന്ന് ഉറപ്പിക്കും. എന്റെ പെട്ടകത്തെ ഉലയ്ക്കാനുള്ള കാറ്റല്ല ഇത്, എന്റെ പെട്ടകത്തെ ഉറപ്പിക്കാനുള്ള കാറ്റായത്. ഇവിടെ ശൂലേംകാരുത്തി വിളിച്ചു പറയുകയാണ്, ക്രിസ്തുവിന്റെ മണവാട്ടി വിളിച്ചു പറയുകയാണ്, വടതിക്കാറ്റേ, തെന്നിക്കാറ്റേ, ഇനി സൗമ്യമായിട്ട് ഊതുന്നതാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നീ ഒന്ന് വീശിക്ക എന്റെ തോട്ടത്തിനകത്തോട്ട്. നീ വീശിയാൽ എന്റെ തോട്ടത്തിനകത്ത് നിന്ന് സുഗന്ധം പുറത്തു വരും. ദൈവമേ, നമ്മളിൽ എത്ര പേർക്ക് ഈ ധൈര്യമുണ്ട്? ഏത് പ്രതികൂലത്തിന്റെ കാറ്റടിച്ചാലും, ഏത് കിഴക്കൻ കാറ്റടിച്ചാലും, ഏത് ഈശാനമൂലൻ അടിച്ചാലും, ഏത് പെരുങ്കാറ്റടിച്ചാലും, ഏത് കൊടുങ്കാറ്റടിച്ചാലും, ഇനി വടതിക്കാറ്റടിച്ചാലും, തെന്നിക്കാറ്റ് അടിച്ചാലും, എന്തടിച്ചാലും എന്നിൽ നിന്ന്, ഈ തോട്ടത്തിൽ നിന്ന് സുഗന്ധമേ പുറത്തു വരൂ എന്ന് ഉറപ്പുണ്ടോ മണവാട്ടി സഭയെ? ഈ തോട്ടത്തിൽ നിന്ന് സുഗന്ധം പുറത്തു വരും. ഈ തോട്ടത്തിൽ നിന്ന് സുഗന്ധം പുറത്തു വരണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തെ വയമ്പ് മണ്ണിനടിയിൽ ജഡീക സുഖത്തിനകത്ത് പുളഞ്ഞു കിടന്നാൽ സുഗന്ധം പുറത്തു വരത്തില്ല. ഇതിനകത്തെ വഴനയും ലവംഗവും ഒലിവും എല്ലാം അതാതിന്റെ സ്ഥാനങ്ങളിൽ ഭിന്നിച്ചിരുന്നാൽ സുഗന്ധം പുറത്തു വരത്തില്ല. ഹല്ലേലൂയ, ഉണങ്ങി ഉടഞ്ഞ് പൊടിഞ്ഞ് ചേർന്ന് തൈലക്കാരന്റെ വിദ്യപ്രകാരം ഹല്ലേലൂയ ഉള്ള ഒരു തൈലമായി മാറിയാൽ, തിളച്ചുകൊണ്ടിരിക്കുന്ന അനുഭവത്തിലാണെങ്കിലും ഒരു കാറ്റതിന്റെ മേൽ വന്നടിച്ചാൽ അതിനകത്ത് നിന്ന് സുഗന്ധം പുറത്തു വരും. ആ സുഗന്ധം ഒരു കാര്യം ലേവി കുടുംബങ്ങളോട് വിളിച്ചു പറയും, കരപൂരണത്തിനുള്ള സുഗന്ധ തൈലം തയ്യാറായിട്ടുണ്ട്. ഈ തോട്ടത്തിൽ അനേക വൃക്ഷങ്ങളുണ്ട് കേട്ടോ. നാം പലരും വ്യത്യസ്ത സ്വഭാവങ്ങളുള്ള, വ്യത്യസ്ത കുടുംബ പശ്ചാത്തലങ്ങളിലുള്ള
പല വിധത്തിലുള്ള വൃക്ഷങ്ങളാണ്. ദേവദാരുണ്ട്, സരളയുണ്ട്, പൈനുണ്ട്, പുന്നയുണ്ട്, ഹല്ലേലൂയ, ചെറുതുണ്ട്, വലുതുണ്ട്, ഒക്കെയുണ്ട്. നമ്മുടെ എല്ലാം ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന വിടർത്തുന്ന പുഷ്പങ്ങൾക്ക് വ്യത്യാസമുണ്ട്, സുഗന്ധങ്ങൾക്ക് വ്യത്യാസമുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ സഭയാകുന്ന തോട്ടത്തിനകത്തേക്ക്, അവന്റെ മണവാട്ടികളെല്ലാം കൂടെ കൂടി നിൽക്കുന്ന ഈ തോട്ടത്തിനകത്തേക്ക്, ഹല്ലേലൂയ, ഒരു കാറ്റടിച്ചാൽ ഈ സുഗന്ധങ്ങൾ പല വിധത്തിലുള്ളതെല്ലാം കൂടെ ചേർന്ന് പുറത്തേക്ക് വരുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു സൗരഭ്യവാസനയായി, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ വാസനയായി ഇത് പുറത്തു വരുമോ? പുറത്തു വരണം. അതിനായി നമ്മളെ തന്നെ ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരുക്കാം. പ്രിയപ്പെട്ടവർ, നമ്മളെ തന്നെ അതിനായി ഏൽപ്പിച്ചു കൊടുക്കാം. എൻ്റെ പ്രിയ, നിന്റെ പിന്നാലെ എന്നെ വലിക്കാം. എനിക്കൊരു പ്രാവിന്റെ കണ്ണുതാ, തേനും പാലും പൊഴിക്കുന്ന ഒരു അധരന്താ. ഞാൻ അവനുള്ളവളാണെന്ന് 100% പറയാനുള്ള ആത്മാവിലുള്ള ഒരു ധൈര്യം താ. എത്ര പേർ പ്രാർത്ഥിക്കും ദൈവമക്കളെ? എൻ്റെ പ്രിയൻ തൻ്റെ തോട്ടത്തിൽ വന്ന അതിലെ വിശിഷ്ട ഫലം എന്തുണ്ട് ദൈവമക്കളെ? മണവാട്ടിയായി ഒരുങ്ങുന്നുവെന്ന് നാം ക്ലെയിം ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ട് അവന് കൊടുക്കാൻ? അവൻ വന്നാൽ നമ്മിൽ എന്ത് വിശിഷ്ട ഫലം കണ്ടെത്തും? ആത്മാവിൻ്റെ ഫലം കണ്ടെത്തുമോ? സ്നേഹം കണ്ടെത്തുമോ? സന്തോഷം കണ്ടെത്തുമോ? സമാധാനം കണ്ടെത്തുമോ? സൗമ്യത കണ്ടെത്തുമോ? ദയ കണ്ടെത്തുമോ? പരോപകാരം കണ്ടെത്തുമോ? വിശ്വസ്തത കണ്ടെത്തുമോ? ഇന്ദ്രിയജയം കണ്ടെത്തുമോ? ദീർഘക്ഷമ കണ്ടെത്തുമോ? ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടെ നിങ്ങളോട് പറയാം. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ഭൗതിക ശരീരവുമായി മസ്കറ്റിൽ നിന്ന് നാട്ടിലേക്ക് വന്ന ആ രാത്രിയിൽ ഞങ്ങളുടെ ഭവനത്തിൽ അങ്ങനെ ആയിരിക്കുമ്പോൾ, ഏകദേശം വെളുപ്പാൻ കാലമായപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ ഒത്തിരി പേർ അങ്ങോട്ടും ഇങ്ങോട്ടും പിറ്റേ ദിവസത്തെ ഫ്യൂണറൽ സർവീസിൻ്റെ തയ്യാറെടുപ്പ് എന്നുള്ള നിലയിൽ ഡ്രസ്സ് മാറാനും കുളിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ടൊക്കെ പോയ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഞാനും എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ഭൗതിക ശരീരവും മാത്രമുള്ള ഒരു സമയം കർത്താവ് ഞങ്ങൾക്ക്. ഞാൻ അപ്പോഴും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, കർത്താവേ, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എൻ്റെ ഈ പ്രായത്തിൽ ശുശ്രൂഷകളെല്ലാം മുമ്പിലുണ്ട്, എങ്ങനെ ചെയ്തെടുക്കണമെന്നൊന്നും അറിയത്തില്ലല്ലോ ദൈവമേ. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോടൊരു ചോദ്യം ചോദിച്ചു. നീ ആത്മാവിൻ്റെ ഫലം ഓരോന്നായി പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സ്നേഹം, സന്തോഷം, സമാധാനം, അങ്ങനെ ഓരോന്നായി പറയുകയാണ്. എന്നിട്ട് ദൈവാത്മാവ് എന്നോട് ചോദിച്ചൊരു ചോദ്യം, ഈ ഓരോ ഫലവും എടുത്തു വെച്ചിട്ട് നീ നിന്റെ പ്രിയപ്പെട്ടവന്റെ ജീവിതത്തിൽ അത് ഉണ്ടായിരുന്നോ എന്ന് ഒന്ന് ശോധന ചെയ്യാൻ പറഞ്ഞു. ഞാൻ 22 വർഷം കൂടെ ജീവിച്ച ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെക്കുറിച്ച് ഒരു സാക്ഷ്യം പറയുകയാണ്. ഉയർത്തി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല, അദ്ദേഹം ജീവനോടെ ഇല്ലല്ലോ ഇപ്പോൾ. പക്ഷേ അന്ന് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാൻ ഓരോന്നായി ശ്രദ്ധിച്ചു. സ്നേഹം, അദ്ദേഹത്തെ അടുത്തറിയാവുന്ന ആരെങ്കിലും ഈ ദൂത് കേൾക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം, എല്ലാവരോടും ഇത്രയും സ്നേഹം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ. അത് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുന്ന, അതിന് ശത്രുക്കളെന്നില്ല, ദ്രോഹം ചെയ്തവരെന്നില്ല, എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്ന ഒരു മനസ്സ്. അദ്ദേഹത്തിന്റെ മുഖമാടി ഞാൻ കണ്ടിട്ടില്ല. ഒത്തിരി പ്രതികൂലങ്ങൾക്കകത്തൂടെ ഞങ്ങൾ പോയിട്ടുണ്ട്, പക്ഷെ എപ്പോഴും സന്തോഷമാണ്. ഇത്രയും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ, വളരെ സമാധാനം. ഞാനിത് പറയുമ്പോൾ
ഞാനൊരു പബ്ലിക് മീഡിയയിലാണ് ഇത് പറയുന്നതെന്ന് എനിക്കറിയാം. ഒരാൾ പോലും അദ്ദേഹത്തെ വ്യക്തിപരമായി അടുത്തറിയാവുന്ന ഒരാൾ പോലും ഈ സാക്ഷ്യത്തിന് ഒരു നെഗറ്റീവ് കമന്റ് പറയത്തില്ലെന്ന് 100% ഉറപ്പ് എനിക്കുണ്ട്. അദ്ദേഹത്തെ പോലെ ദീർഘക്ഷമയുണ്ടായിരുന്ന, ഇന്ദ്രിയജയമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ. ദൈവാത്മാവിനോട് ചോദിച്ചു, ഇതിൽ കൂടുതൽ എന്താ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ അച്ചീവ് ചെയ്യാനുള്ളത്? ഇതിൽ കൂടുതൽ അച്ചീവ് ചെയ്യാനൊന്നുമില്ല. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയൻ എൻ്റെ ജീവിതമാകുന്ന തോട്ടത്തിൽ വന്നാൽ എന്ത് വിശിഷ്ട ഫലം കൊടുക്കാനുണ്ട്? ക്രിസ്തുവിന്റെ മണവാട്ടിയായി നാം ഒരുങ്ങുകയാണല്ലോ. അങ്ങനെ നാം ഒരുങ്ങുമ്പോൾ എന്ത് വിശിഷ്ട ഫലം കൊടുക്കുവാനായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ? ഇന്ന് ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എത്ര പേർ പ്രാർത്ഥിക്കും, കർത്താവേ, എൻ്റെ തോട്ടത്തിൽ നീ വന്നാൽ അങ്ങയ്ക്ക് ഭക്ഷിക്കാൻ ഒരു വിശിഷ്ട ഫലം, ഒരു സാധാരണ ഫലമല്ല കേട്ടോ, ഒരു വിശിഷ്ട ഫലം, അത് അങ്ങയ്ക്ക് വേണ്ടി തരാൻ, അത് പ്രൊഡ്യൂസ് ചെയ്യുവാൻ അങ്ങനെ സഹായിക്കണം. പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഒരുമിച്ച് നമുക്ക് ദൈവത്തോട് പറയാം, എൻ്റെ പ്രിയ, നിന്റെ പിന്നാലെ എന്നെ വലിക്കാം. എനിക്കൊരു പ്രാവിൻ്റെ കണ്ണുതാ, എനിക്ക് തേനും പാലും പൊഴിക്കുന്ന ഒരു അധരം താ, നിന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരാത്മീയ അനുഭവം എനിക്ക് താ. ഒരു കെട്ടിയടച്ച തോട്ടമാക്കന്നെ, മുദ്രയിട്ടിരിക്കുന്ന ഒരു കിണറാക്കന്നെ, അടച്ചു വെച്ചിരിക്കുന്ന ഒരു ഉറവയാക്ക്, അനേക തോട്ടങ്ങൾക്ക് ഒരു നീറുറവയായി നീ എന്നെ വെക്കപ്പ. വറ്റിപ്പോകാത്ത ഒരു കിണറാക്കി എന്നെ സൂക്ഷിക്കു ദൈവമേ. എല്ലാറ്റിനേക്കാൾ ഉപരി വടതിക്കാറ്റേ, തെന്നിക്കാറ്റേ, എൻ്റെ മേൽ വീശുക, സുഗന്ധം പുറത്തു വരണം. ഒരു ദുർഗന്ധവും പുറത്തു വരരുത്. സുഗന്ധം മാത്രം എൻ്റെ ജീവിതത്തിൽ നിന്ന് പുറത്തു വരുന്ന ഏത് പ്രതികൂല കാറ്റടിച്ചാലും സുഗന്ധം പുറത്തു വരണം. എന്ത് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും സുവിശേഷം പുറത്തു വരണം പ്രിയപ്പെട്ടവരെ. എൻ്റെ പ്രിയൻ ഈ തോട്ടത്തിൽ ഇന്ന് കടന്നു വന്നാൽ ഒരു വിശിഷ്ട ഫലം കൊടുക്കുവാൻ എൻ്റെ കയ്യിൽ നീ തരുമാറാകണം. അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കൃപ എനിക്ക് തരുമാറാകണം. എല്ലാറ്റിനേക്കാൾ ഉപരി എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവൾ. എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവൻ. തലകളെ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴെങ്കിലും എൻ്റെ ഈ മുഖം നിങ്ങൾ ഓർത്താൽ, ഷാലോം മിഷൻ എന്ന പേരിൽ ഭാരതത്തിൻ്റെ വിവിധ ഗ്രാമങ്ങളിൽ ശുശ്രൂഷിക്കുന്ന ഞങ്ങളുടെ മിഷണറിമാരെ ഓർത്ത് പ്രാർത്ഥിക്കണം. വേലകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവിൽ നിലനിൽക്കുവാൻ, അവന് വിശിഷ്ട ഫലം കൊടുക്കുന്ന ഒരു തോട്ടമായി നിലനിൽക്കുവാൻ കർത്താവ് സഹായിക്കണം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ രാത്രിക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അപ്പാ, ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. ക്രിസ്തുവിൻ്റെ മണവാട്ടിയായി ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. അപ്പനെ, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. നിന്റെ പിന്നാലെ ഞങ്ങളെ വലിക്കാം. നിന്റെ പിന്നാലെയുള്ള ഒരു നടപ്പ്, അങ്ങയുടെ ചുവടുകളിൽ ഞങ്ങളുടെ കാലുകൾ വയ്ക്കാനുള്ള ഒരു കൃപ, പ്രിയന്റെ കാറ്റ് വീശിയാൽ അത് പ്രതികൂലമാണെങ്കിലും അനുകൂലമാണെങ്കിലും
വീശിയാൽ സുഗന്ധം പുറപ്പെടുവിക്കുന്ന ഒരു അനുഭവം. അപ്പച്ചാ, അങ്ങയുടെ ദൈവസഭയാകുന്ന തോട്ടത്തിന് ഒരു നീരുറവയാക്കി നീ എന്നെ വയ്ക്കുമാറാകണമേ. പരിശുദ്ധാത്മാവിന്റെ മുദ്രയുള്ള ഒരു കിണറാക്കി, ആർക്കും കടന്നു കയറാൻ കഴിയാത്ത കെട്ടിയടച്ച ഒരു തോട്ടമാക്കി, പിശാചിനും അവന്റെ തന്ത്രങ്ങൾക്ക് കയറാൻ കഴിയാത്ത, മലിനപ്പെടുത്തുവാൻ കഴിയാത്ത അടച്ച ഒരു നീരുറവയാക്കി അങ്ങ് എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും വയ്ക്കണമേ എന്ന് അടിയൻ പ്രാർത്ഥിക്കും. എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവൾ. ആ ഒരു അനുഭവത്തിൽ അങ്ങ് ഞങ്ങളുടെ അടുക്കിലേക്ക് വന്നാൽ ഈ തോട്ടത്തിൽ നിന്ന് വിശിഷ്ട ഫലങ്ങൾ അങ്ങയ്ക്ക് തരാൻ കഴിയുന്ന ആത്മീയ അനുഭവത്തിൽ മുന്നേറുവാൻ ഞങ്ങൾക്ക് കൃപ തന്നാട്ട് ഈ ദൈവവചനം കേട്ട എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിന്റെ മണവാട്ടി മധ്യാകാശത്ത് വെളിപ്പെടുമ്പോൾ വചനം പ്രസംഗിച്ച അടിയനും കേട്ട എല്ലാവരും അവിടെ ഒരുമിച്ച് പ്രതിഫലം പറ്റുവാൻ അങ്ങ് ഞങ്ങളെ കൂട്ടിവരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം, യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈ നാഷണൽ പ്രയർ ടീം ഗ്രൂപ്പിലേക്ക് കടന്നു വന്ന് ദൈവവചനം പറയാൻ കർത്താവ് അവസരം തന്നു. അതിനവസരമൊരുക്കിയ ഇതിൻ്റെ അഡ്മിന്മാർ, പ്രത്യേകിച്ച് പാസ്റ്റർ ലിബീഷ്, ഭാരതത്തിൻ്റെ ഗ്രാമങ്ങളിൽ അത്യധ്വാനം ചെയ്യുന്ന ആ പ്രിയപ്പെട്ടവരെ എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ലൈവ് കണ്ടിന്യൂസ് വാച്ച് ചെയ്തവരുണ്ട്, എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ, ഞാൻ അവനുള്ളവൾ. ഗോഡ് ബ്ലെസ് യു.